കൃഷിദർശൻ തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. കാർഷിക ഉൽപാദന രംഗത്ത് ജലസേചനം പരമപ്രധാനമാണ്. ജലമില്ലെങ്കിൽ കൃഷിയില്ല, കൃഷിയില്ലെങ്കിൽ മനുഷ്യനുമില്ല. ജലദൗർലഭ്യം നേരിടുന്ന സ്ഥലത്തും ലഭ്യമായ ജലം കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിനും സൂക്ഷ്മ ജലസേചന രീതികൾ അവലംബിച്ചു വരുന്നു. അതുപോലെ തന്നെ കൃഷി ചെലവ് കുറയ്ക്കാനായി ഈ സൂക്ഷ്മ ജലസേചനത്തോടൊപ്പം വളസേചനവും നൽകി വരുന്നു. ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു ചർച്ചയാണ് ഇന്ന് കൃഷിദർശനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ രംഗത്ത് സൂക്ഷ്മ ജലസേചന രീതികൾ അവലംബിക്കുന്നവർക്കും അതോടൊപ്പം അത് ഇനി ചെയ്യാനിരിക്കുന്നവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു സാങ്കേതിക വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ അതിഥിയായി നമുക്ക് എത്തിയിരിക്കുന്നത് കാർഷിക സർവകലാശാലയുടെ കേളപ്പജി കാർഷിക കോളേജിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഭൂജല വിഭവ സംരക്ഷണ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവിയായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ അബ്ദുൾ ഹക്കീം സാറാണ്. സാർ, ഈ പരിപാടിയിലേക്ക് സ്വാഗതം. സാർ, എത്ര നാളായിട്ടാണ് മലപ്പുറം കോളേജിൽ പ്രവർത്തിക്കുന്നു? തവന്നൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിൽ ഇപ്പം അധ്യാപകനായിട്ട് സേവനമനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ട് 19 വർഷമായി. 1997 തവന്നൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനായിട്ട് വന്നത്. അതിനു മുൻപ് ഞാൻ കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കര ആസ്ഥാനത്തായിരുന്നു ആദ്യമായിട്ട് സർവീസ് കയറിയത്. ഒരു 3 വർഷത്തോളം അവിടെ സേവനമനുഷ്ഠിച്ചതിന് ശേഷം തവന്നൂരിലേക്ക് 97 സ്ഥലം മാറ്റമായിട്ട് വന്നത്. ഇപ്പോൾ ഏകദേശം 20 വർഷത്തോളമായിട്ട് കാർഷിക സർവകലാശാലയിലെ മണ്ണുജല സംരക്ഷണ വിഭാഗത്തിൽ തന്നെ ഫാക്കൽറ്റി അധ്യാപകനായിട്ട് സേവനമനുഷ്ഠിച്ചു വരികയാണ്. അതോടുകൂടി പ്രിസിഷൻ ഡെവലപ്മെന്റ് സെന്ററിന്റെ ഒരു ചുമതലയും കൂടി സാർ വഹിക്കുന്നുണ്ട്. ഈ തവനൂരിൽ തന്നെ പ്രവർത്തിക്കുന്ന പ്രിസിഷൻ ഫാമിംഗ് ഡെവലപ്മെന്റ് സെന്റർ അഥവാ കൃത്യത കൃഷി വികസന കേന്ദ്രം എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ്, അത് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടുകൂടി നടപ്പിലാക്കുന്ന ഒരു ബാഹ്യ സഹായ ഗവേഷണ പദ്ധതി ആണത്. അത് ഇന്ത്യയിലെ 22 സംസ്ഥാനങ്ങളിൽ ഇന്ന് ഈ പ്രിസിഷൻ ഫാമിംഗ് ഡെവലപ്മെന്റ് സെന്ററുകൾ നിലവിലുണ്ട്. അതിൽ കേരളത്തിൻ്റെ സെൻറ്റർ പ്രവർത്തിക്കുന്നത് തവനൂരിലാണ്. 1995 ഈ പ്രോജക്റ്റ് തവനൂരിൽ ആദ്യമായിട്ട് തുടങ്ങിയത്. അതിൻ്റെ മുഖ്യ കാർമ്മികനായിട്ട് കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് ഞാൻ അധിക ചുമതല കൂടി വഹിക്കുന്നുണ്ട്. സാർ, നമ്മളിപ്പോൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സൂക്ഷ്മ ജലസേചന രീതികളുണ്ടോ? എന്താണ് ഈ സൂക്ഷ്മ ജലസേചന രീതികളെന്ന് സാറിനൊന്ന്? സൂക്ഷ്മ ജലസേചനം എന്ന് പറഞ്ഞാൽ അതിനൊരു വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ജലം ദിവസേന കൃത്യമായി അതിൻ്റെ വേരിന് ചുറ്റും നേർത്ത സ്പ്രേ രൂപത്തിലോ അല്ലെങ്കിൽ കണിക രൂപത്തിലോ ലഭ്യമാക്കുന്നതിനെയാണ് സൂക്ഷ്മ ജലസേചനം എന്ന് പറയുന്നത്. അപ്പോൾ കർഷകർ സാധാരണയായി അനുവർത്തിച്ചുകൊണ്ടിരുന്ന രീതിയിൽ നിന്ന് എന്താണ് ഇതിനകത്ത് വ്യത്യാസം? സാധാരണയായിട്ട് അനുവർത്തിച്ചു വരുന്ന ജലസേചന രീതി എന്ന് പറയുമ്പോൾ പരമ്പരാഗത ജലസേചന രീതികളെല്ലാം ഉപരിതല ജലസേചന രീതികളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോഴുള്ള അത് ചാലുകീറി ആയാലും തടം എടുത്താണെങ്കിലും വൃത്തത്തിൽ ചാലുകീറി തടമെടുത്ത് അതിനകത്ത് വെള്ളം കെട്ടി നിർത്തി നടക്കുന്ന ജലസേചന രീതിയാണെങ്കിലും ഇതിനെല്ലാം തന്നെ നമുക്ക് ഉപരിതല ജലസേചന രീതിയിൽ ഉൾപ്പെടുത്താം. ഇതിനൊക്കെയുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞത് ജലസേചന കാര്യക്ഷമത പരമാവധി 35% വരെയാണ് ലഭ്യമാകുന്നത്. അത് 15% മുതൽ, ഉദാഹരണത്തിന് 100 ലിറ്റർ വെള്ളം ഒരു ചെടിയുടെ തടത്തിൽ ഈ രീതിയിൽ ലഭ്യമാക്കിയാൽ ആ ചെടിക്ക് പരമാവധി വിനിയോഗിക്കാൻ സാധ്യമാകുന്നത് 15 മുതൽ 35 ലിറ്റർ വരെയാണ്. അപ്പോൾ 65 മുതൽ 85 ലിറ്റർ വരെ വെള്ളം പാഴായി പോകുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, നമ്മുടെ സംസ്ഥാനത്ത് രൂക്ഷമായ ജലപ്രതിസന്ധി, അതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള ഊർജ്ജ പ്രതിസന്ധി, ഈ 2 പ്രതിസന്ധിയും കടന്നു വരുന്നത് ഒരേ സമയത്താണ്. കാരണം വേനൽക്കാല മാസങ്ങളിലാണ്. ഈ കാലങ്ങളിൽ ഇതുപോലെ ജലം പാഴാക്കി കളയുന്ന ഉപരിതല ജലസേചന രീതിയിലൂടെ നമ്മൾ ചെയ്യുന്നത് 2 കാര്യങ്ങളാണ് പാഴാക്കുന്നത്. 2/3 ഭാഗം ജലവും ഈ 2/3 ഭാഗം ജലം പമ്പ് ചെയ്യാൻ ഉപയോഗിച്ച തത്തുല്യമായ ഊർജ്ജവും ആർക്കും പ്രയോജനമില്ലാതെ പാഴാക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വസ്തുത. ഇപ്പം നമ്മൾ പത്രത്തിൽ കൂടുതലും വായിക്കുന്നുണ്ടല്ലോ, തുലാമഴ കുറഞ്ഞു, ഇത്ര ശതമാനം കുറഞ്ഞു, അല്ലെ സാധാരണ പ്രതീക്ഷിച്ചതിനേക്കാളും കുറഞ്ഞിരിക്കുന്നു. ഈ വർഷത്തെ മൊത്തത്തിലുള്ള ഇതുവരെയുള്ള മഴ കണക്കാക്കുമ്പോൾ മുൻ വർഷങ്ങൾ ലഭിച്ചതിൽ നിന്ന് ഏകദേശം 29% മഴ കുറഞ്ഞു ലഭിച്ചു എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ സൂക്ഷ്മ ജലസേചന രീതികൾക്ക് കൂടുതൽ പ്രസക്തി തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നത് ഈ മാറി വരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും അതുപോലെ തന്നെ രൂക്ഷമായിട്ടുള്ള വരൾച്ചയും എല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം കേന്ദ്ര സർക്കാർ പോലും PMKSY പോലുള്ള പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പോലുള്ള പദ്ധതികളെല്ലാം തന്നെ വിഭാവനം ചെയ്യുന്നത് ഇത്തരം സൂക്ഷ്മ ജലസേന രീതികളാണ്. അതിൽ കേരളം എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് നമുക്ക് എങ്ങനെ? ഈ പ്രത്യേകമായിട്ടുള്ള ജലസേചന രീതിയിൽ നിർഭാഗ്യവശാൽ ഇതര സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ പങ്ക് തുലോം കുറവാണ്.
ഞാനിത് പറഞ്ഞു വരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ചില പദ്ധതികളിൽ ഇതുപോലെ തന്നെയുള്ള സൂക്ഷ്മ ജലസേചന പദ്ധതികൾ അവലോകനം ചെയ്യാനുള്ള ചില കമ്മിറ്റികൾ രൂപീകരിച്ചപ്പോൾ കേരള സംസ്ഥാനം ഈ കമ്മിറ്റിയുടെ അവലോകന പരിധിയിൽ വരികയുണ്ടായിട്ടില്ല. ഇത് വരാതിരിക്കാനുള്ള കാരണം ജലസേചനം കൊടുത്തിരിക്കുന്ന മൊത്തം ഭൂവിസ്തീർണത്തിൻ്റെ ഒരു 10% കൂടുതലെങ്കിലും സൂക്ഷ്മ ജലസേന രീതി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾ മാത്രമാണ് ഈ അവലോകന പദ്ധതിയിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ കേരള സംസ്ഥാനം വരാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരള സംസ്ഥാനം മൊത്തം ജലസേചനം കൊടുത്തിരിക്കുന്ന വിസ്തീർണത്തിൻ്റെ 10% താഴെ മാത്രമാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നത് അവിടെ തന്നെ വളരെ വ്യക്തമാണ്. സൂക്ഷ്മ ജലസേന രീതികൾ ഇപ്പോൾ മൊത്തം ഭൂവിസ്തീർണം ഒരു X അല്ലെങ്കിൽ ഒരു 100 ആണെങ്കിൽ അതിൻ്റെ ഒരു 10 ഭാഗമെങ്കിലും സൂക്ഷ്മ ജലസേചനം കൊണ്ട് നമ്മൾ ജലസേചന നേട്ടം കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഈ പദ്ധതിയുടെ അവലോകനത്തിൽ പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി വിഭാവനം ചെയ്തിരുന്നത്. പക്ഷെ കേരളം ഇതുവരെ ഈ പരിധിയിൽ വന്നിട്ടില്ല. അതിന്റെ അർത്ഥം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 10% താഴെ മാത്രമാണ് കേരളം ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സൂക്ഷ്മ ജലസേചന രീതിയിൽ എന്തൊക്കെ മാർഗങ്ങൾ അതല്ലെങ്കിൽ എന്തൊക്കെ രീതികളാണ് നമ്മൾ അനുവർത്തിച്ചു വരുന്നത്? ഒരു ജലസേചന രീതിയെ സൂക്ഷ്മ ജലസേചനം എന്ന് പറയണമെങ്കിൽ പ്രധാനമായിട്ടും 5 കാര്യങ്ങൾ അത് പാലിക്കണം. ഇപ്പോൾ നാം നടപ്പിലാക്കുന്ന ജലസേചന രീതിക്ക് 5 സവിശേഷതകൾ ഉണ്ടെങ്കിൽ നമുക്കതിനെ സൂക്ഷ്മ ജലസേചനം എന്ന് പറയാം. ഒന്നാമതായിക്കൊണ്ട് വെള്ളം വളരെ കുറഞ്ഞ തോതിൽ മാത്രം ലഭ്യമാക്കുക. രണ്ടാമത്തേത് വെള്ളം കൂടുതൽ സമയമെടുത്തുകൊണ്ട് ലഭ്യമാക്കുക. മൂന്നാമത്തേത് വെള്ളം അടുത്തടുത്ത ഇടവേളകളിൽ ലഭ്യമാക്കുക. നാലാമത്തേത് വെള്ളം ചെടിയുടെ വേരിന് ചുറ്റുമായിട്ട് വേരുപടലങ്ങൾക്ക് ചുറ്റുമായിട്ട് മാത്രം ലഭ്യമാക്കുക. അതുപോലെ തന്നെ വെള്ളം മർദ്ദം ഉപയോഗിച്ച് പൈപ്പുകളുടെ ഒരു ശൃംഖല വഴി ചെടിയുടെ തടത്തിലേക്ക് ലഭ്യമാക്കുക. ഇത്രയും 5 മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്ന ഏതൊരു ജലസേചന രീതിയെയും നമുക്ക് സൂക്ഷ്മ ജലസേചനം എന്ന് പറയാം. അപ്പോൾ ഈ രീതിയിൽ പറയാവുന്നത് ഏറ്റവും കൂടുതൽ ലോകത്ത് കേരളത്തിലെന്നല്ല ഇന്ത്യയിലെന്നല്ല ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള സൂക്ഷ്മ ജലസേചന രീതി കണിക ജലസേചനമാണ്, ഡ്രിപ്പ് ഇറിഗേഷനാണ്. അതുപോലെ തന്നെ മൈക്രോ സ്പ്രിംഗ്ലറുകൾ, സ്പ്രേ ജെറ്റുകൾ, മിസ്റ്റിംഗ്, ഫോഗിംഗ് തുടങ്ങിയ രീതികളെല്ലാം തന്നെ ഇതിന്റെ പരിധിയിൽ വരുന്നതാണ്. നമ്മൾ സാധാരണ പറയുന്ന സ്പ്രിംഗ്ലർ രീതികൾ ഇതിനകത്ത് ഉൾപ്പെടുന്നതാണോ? മൈക്രോ സാധാരണയായിട്ട് വരുന്ന ഓവർഹെഡ് സ്പ്രിംഗ്ലർ എന്ന് പറയുന്നത്, അതായത് വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾക്ക് മുകളിൽ വെള്ളം വീഴ്ത്തുന്ന ഒരു കൃത്രിമ മഴയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള സ്പ്രിംഗ്ലർ ജലസേചന രീതി. ഈ ജലസേചന രീതി ഒരിക്കലും സൂക്ഷ്മ ജലസേചനത്തിന്റെ പരിധിയിൽ പെടുത്താൻ കഴിയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ 5 മാനദണ്ഡങ്ങളിൽ പ്രധാനപ്പെട്ട 2 മാനദണ്ഡങ്ങൾ സ്പ്രിംഗ്ലർ ജലസേന രീതി പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഒന്നാമത്തേത് വെള്ളം കുറഞ്ഞ തോതിലല്ല സ്പ്രിംഗ്ലറിൽ കൊടുക്കുന്നത്. സാർ, ഒരു ഫോൺ കോൾ നമ്മളെ വെയിറ്റ് ചെയ്യുന്നു. ആരാണ് വിളിക്കുന്നത്? ഹലോ. സംസാരിച്ചോളൂ. ഹലോ സാർ, ഞാൻ കൊല്ലം ജില്ലയിലെ കാർഷിക കർമ്മസേനയിൽ വിളിക്കുന്നത് സാർ. പേര് പറയൂ. എന്റെ പേര് ഷാജി എന്നാണ്. ഷാജി, പറയൂ. ഗ്രോ ബാഗ് ചെയ്യാൻ പറ്റും സൂക്ഷ്മ ജലസേചന രീതി? തീർച്ചയായിട്ടും ചെയ്യാം. ഗ്രോ ബാഗിനകത്തും ചെയ്യാം, ഓപ്പൺ ഫീൽഡിലും ചെയ്യാം, നമുക്ക് എവിടെയും ചെയ്യാം. ഒന്നുകൂടെ വ്യക്തമാക്കാമോ? ഹലോ, ചോദ്യം ഒന്നുകൂടെ. ഗ്രോ ബാഗിൽ സൂക്ഷ്മ ജലസേചന രീതി അവലംബിക്കാമോ എന്നല്ലേ താങ്കൾ ചോദിച്ചത്? തീർച്ചയായിട്ടും ഗ്രോ ബാഗിൽ ചെയ്യാം. നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടങ്ങളിലും ടെറസിന് മുകളിൽ ചെയ്യുന്ന ഗ്രോ ബാഗിലും എല്ലാം നമുക്ക് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള സവിശേഷത, അതായത് വെള്ളം കുറഞ്ഞ തോതിൽ കൂടുതൽ സമയമെടുത്ത് അടുത്തടുത്ത ഇടവേളകളിൽ ആ ഗ്രോ ബാഗിനകത്ത് മർദ്ദം ഉപയോഗിച്ച് പൈപ്പുകൾ വഴി ലഭ്യമാക്കുമ്പോൾ അതിനെ സൂക്ഷ്മ ജലസേചനം എന്ന് നമുക്ക് പറയാം. ഏത് മെത്തേഡാണ് അതിന് സ്യൂട്ടബിൾ? ഗ്രോ ബാഗിൽ സാധാരണയായിട്ട് നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എയറോ ഡ്രിപ്പ് എന്ന് പറഞ്ഞൊരു പുതിയ സംവിധാനമുണ്ട്. ഒരു ഡ്രിപ്പിൽ നിന്ന് 4ആയി തിരിഞ്ഞ് കുത്തിവെച്ചുകൊണ്ട് 4ആയി തിരിയുന്ന എയറോ ഡ്രിപ്പ് എന്ന് പറഞ്ഞൊരു പുതിയ സംവിധാനമുണ്ട്. ഗ്രോ ബാഗുകൾക്ക് വളരെ അനുയോജ്യമാണത്. അപ്പോൾ ഒരു ഡ്രിപ്പ് എമിറ്ററിൽ നിന്ന് സാധാരണയായിട്ട് ഓപ്പൺ ഫീൽഡിലേക്ക് കൊടുക്കുന്ന 2 ലിറ്ററിന്റെ ഒരു എമിറ്റർ ആണെങ്കിൽ അതിനെ 4ആയി ഡിവൈഡ് ചെയ്തുകൊണ്ട് 4 ഗ്രോ ബാഗുകളിലേക്ക് ഒരേ സമയം കൊടുക്കാൻ കഴിയാവുന്ന എയറോ ഡ്രിപ്പർ എന്ന് പറഞ്ഞൊരു സിസ്റ്റം കൂടി ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വിവിധ കമ്പനികൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഷാജിക്ക് ഉത്തരം ലഭിച്ചുവെന്ന് കരുതട്ടെ. ചോദ്യം ചോദിച്ചതിന് നന്ദി സാർ. നമുക്ക് ചർച്ചയിലേക്ക് വരാം. നമ്മൾ പറഞ്ഞത് സ്പ്രിംഗ്ലർ ജലസേചനത്തിന്റെ ഞാൻ പറഞ്ഞു വന്നതിൽ പ്രധാനമായിട്ടും വെള്ളം കുറഞ്ഞ തോതിലല്ല സ്പ്രിംഗ്ലർ കൊടുക്കുന്നത്, വളരെ കൂടിയ തോതിലാണ് കൊടുക്കുന്നത്. വേസ്റ്റേജ് ഉണ്ട്. മാത്രമല്ല രണ്ടാമതായിക്കൊണ്ട് ഈ വെള്ളം ചെടിയുടെ വേരിന് ചുറ്റുമല്ല
സ്പ്രിംഗ്ലർ ഇറിഗേഷനത്തിൽ ജലസേചനത്തിൽ കൊടുക്കുന്നത്. അപ്പം വെള്ളം ചെടിയുടെ വേരിന് ചുറ്റും ലഭ്യമാക്കുന്ന രീതിയെയാണ് നമ്മൾ സൂക്ഷ്മ ജലസേചനം എന്ന് പറയുന്നത്. ഇത് പ്രദേശം മുഴുവനും ഒരു കൃത്രിമ മഴയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് സ്പ്രിംഗ്ലർ വെള്ളം വീഴ്ത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ സൂക്ഷ്മ ജലസേചനം അല്ലെങ്കിൽ മൈക്രോ ഇറിഗേഷൻ എന്ന് പറയാൻ സാധ്യമല്ല. വേണമെങ്കിൽ അതിനെ ഒരു മാക്രോ ഇറിഗേഷൻ എന്ന് പറയാം. കാരണം ഉപരിതല ജലസേചന രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരമാവധി ജലസേചന കാര്യക്ഷമത 35% സ്പ്രിംഗ്ലറിൽ അതൊരു 60% വരെ നമുക്ക് സാധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ജലസംരക്ഷണം നമുക്ക് സാധ്യമാക്കുന്ന ഒരു ജലസേചന രീതി എന്ന രീതിയിലേക്ക് വേണമെങ്കിൽ സ്പ്രിംഗ്ലറിനെ കൊണ്ടുവരാം. അല്ല, അപ്പം മൈക്രോ സ്പ്രിംഗ്ലറും ഈ മൈക്രോ സ്പ്രിംഗ്ലറുകളും സ്പ്രിംഗ്ലറും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, സ്പ്രിംഗ്ലറുകൾ ശിഖരങ്ങൾക്ക് മുകളിലാണ് വെള്ളം വീഴ്ത്തുന്നത്. മൈക്രോ സ്പ്രിംഗ്ലറുകൾ ഞാൻ നേരത്തെ പറഞ്ഞ 5 മാനദണ്ഡം പാലിക്കപ്പെട്ടുകൊണ്ട് ചെടിയുടെ വേരിന് ചുറ്റും ആ തടത്തിലാണ് വീഴുന്നത്. അത് പ്രവർത്തിക്കുന്ന തത്വം രണ്ടും ഒന്നാണ്. അതുകൊണ്ടാണ് അതിനെ മൈക്രോ സ്പ്രിംഗ്ലർ, വെള്ളം ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് വീഴുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ മൈക്രോ സ്പ്രിംഗ്ലർ എന്ന് പറയുന്നത്. പക്ഷേ അത് വീഴുന്നത് ആ തടത്തിൽ മാത്രമാണ്. അതുകൊണ്ട് മൈക്രോ സ്പ്രിംഗ്ലറുകൾ തീർച്ചയായിട്ടും അത് സൂക്ഷ്മ ജലസേചനത്തിൽ വരാവുന്നതാണ്. എങ്കിലും ഈ ഓവർഹെഡ് സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന വലിയ സ്പ്രിംഗ്ലറുകൾ സൂക്ഷ്മ ജലസേന പരിധിയിൽ പെടുത്താൻ കഴിയില്ല. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ അതിൽ പെടുത്താൻ കഴിയില്ല. സാർ, നേരത്തെ ഈ ഷാജി ചോദിച്ചത് തന്നെ, നമുക്ക് ആ ഗ്രോ ബാഗിനകത്ത് ഈ ഡ്രിപ്പ് സിസ്റ്റം അല്ലാതെ വേറെ ഏതെങ്കിലും മെത്തേഡ്? ഗ്രോ ബാഗിനകത്ത് നമുക്കിപ്പം ഡ്രിപ്പ് കൂടാതെ സാധാരണയായിട്ട് ഞാൻ പറഞ്ഞ ഈ മിസ്റ്റിംഗ് ഫോഗിംഗ് തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം തന്നെ നമ്മൾ സാധാരണയായിട്ട് സംരക്ഷിത കൃഷി രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ജലം വളരെയധികം ലാഭിക്കുന്ന തിരിനന പോലുള്ള സംവിധാനങ്ങളും ആളുകൾ ഇപ്പോൾ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്ന ആളുകൾ, ഇതിൻ്റെ ചെറിയൊരു പരിമിതി എന്താണെന്ന് വെച്ചാൽ ഈ കണിക ജലസേനത്തിൽ കൊടുക്കുന്ന രീതിയിലുള്ള ഫെർട്ടിഗേഷൻ, വളസേചനം അതേ അർത്ഥത്തിൽ അതേ വ്യാപ്തിയിൽ നമുക്ക് ലഭ്യമാക്കാൻ കഴിയില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടി ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ ജലം വിനിയോഗിക്കാൻ കഴിയാവുന്ന ഒരു സൂക്ഷ്മ ജലസേന രീതിയായി ഇന്ന് തിരിനനയെ ആളുകൾ കാണുന്നുണ്ട്. അതായത് വളസേചനം നമുക്ക് ഈ തിരിനന വഴി കൊടുക്കാനാവില്ല. കൊടുക്കണമെങ്കിൽ അതിന് നമ്മൾ പുതിയ രീതി അവലംബിക്കണം. ഒന്നുകിൽ നമ്മൾ ഈ കൊടുക്കുന്ന വെള്ളത്തിൽ തന്നെ, സോഴ്സിൽ തന്നെ, ഈ തിരി വലിച്ചെടുക്കുന്ന വെള്ളത്തിൽ തന്നെ ഇത് വെള്ളത്തിൽ 100% ലയിക്കുന്ന വളങ്ങൾ കലക്കി വെച്ചിട്ടാവാം. അതല്ലെങ്കിൽ ഈ വളം കലക്കിക്കൊണ്ട് മുകൾ വശത്ത് കൂടി ഒഴിച്ചു കൊടുക്കുന്ന രീതി അവലംബിക്കാം. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. എന്തെങ്കിലും ചെയ്യുന്നത് നമുക്ക് പ്രയോജനകരമാണല്ലോ. വെള്ളം ഒരുപാട് പാഴാക്കുന്ന രീതിയിൽ നിന്ന് വെള്ളം സംരക്ഷിക്കുന്ന രീതിയിലേക്ക് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തും ഈ പറഞ്ഞ രീതിയിൽ ജലം സംരക്ഷിക്കപ്പെടുന്ന ഏത് ജലസേന രീതിയും നമുക്ക് ഇപ്പോൾ അഭികാമ്യമാണ്. ഈ വിക്രിഗേഷൻ സാർ പറഞ്ഞല്ലോ, അപ്പൊ അതിന്റെ സാങ്കേതിക വിദ്യയൊക്കെ എല്ലാവർക്കും സാധാരണ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇതിനകത്ത് വളരെ പുതുതായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയല്ല. നമ്മുടെ മണ്ണെണ്ണ വിളക്ക്, പഴയ കാലത്ത് വീടുകളൊക്കെ ഉപയോഗിച്ചിരുന്ന, ഇപ്പോൾ എത്ര ആളുകൾ മണ്ണെണ്ണ വിളക്ക് കണ്ടിട്ടുണ്ട്, പുതിയ തലമുറ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഈ മണ്ണെണ്ണ വിളക്കിലേക്ക് ഈ തിരിയിൽ നിന്ന് ഈ വിളക്കിന്റെ തിരി കത്തുന്ന ഭാഗത്തേക്ക് എണ്ണ കയറി വരുന്ന ഒരു പ്രതിഭാസമുണ്ട്, കാപ്പിലറി ആക്ഷൻ. ഇതേ തത്വം തന്നെയാണ് ഈ തിരി നനയിൽ നമ്മൾ പ്രയോഗിക്കുന്നത്. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു ഗ്രോ ബാഗിലേക്ക് വിക്രിഗേഷൻ കൊടുക്കണമെങ്കിൽ ഒരു വലിയ പെറ്റ് ബോട്ടിലെടുത്ത് ഒഴിഞ്ഞ വെള്ളത്തിന്റെ കുപ്പിയെടുത്ത് അതിന്റെ അടച്ച് അതിനെ കിടത്തി വെച്ച് അതിന്റെ കിടന്ന് മുകൾ വശത്തായിട്ട് 2 ദ്വാരം ഇട്ട് കഴിഞ്ഞാൽ, ഒരു ദ്വാരം വെള്ളം അതിലേക്ക് ഒഴിക്കുന്നതിന് വേണ്ടിയും ഒരു ദ്വാരത്തിൽ ഈ തിരി ഇറക്കി വെക്കുന്നതിനും വെച്ചുകൊണ്ട് അതിന്റെ 2 വശങ്ങളിൽ 2 ചെറിയ തിരി എന്ന് പറയുന്നത് വിളക്ക് കത്തുന്ന തിരിയല്ല. അതിന് സാധാരണയായിട്ട് ഈ കോട്ടൺ വിക്കാണ് സാധാരണയായിട്ട് നമ്മൾ പറയുന്നത്. കോട്ടൺ തിരിയാണ് അതാണ്. പക്ഷേ ഈ കോട്ടൺ തിരി വെക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഈ പൂപ്പല് പിടിക്കുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് അത് ദ്രവിച്ചു പോകുന്നതും കൊണ്ട് ഇപ്പോൾ ഗ്ലാസ് ഫുള്ളിന്റെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് ഫുൾ വിക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പോൾ റെഡിമെയ്ഡ് ആയിട്ട് ലഭ്യമാണത്. ഈ വിക്കിന് വേണ്ടി തന്നെ വരുന്നുണ്ട് അത് ഇന്ത്യയിലല്ല നിർമ്മിക്കുന്നത്, അത് വിദേശത്തുനിന്ന് വരുന്നതാണ്. പക്ഷേ വിക്രിഗേഷന് അനുയോജ്യമായിട്ടുള്ള ഗ്ലാസ് ഫുൾ വിക്ക് എന്ന് പറഞ്ഞ സംഗതി വരുന്നുണ്ട്. അത് ഒറ്റത്തിരിയായിട്ട് വാങ്ങുമ്പോൾ 15 രൂപ വരെ വാങ്ങുന്നുണ്ട്. അത് കുറച്ചും കൂടി ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു 10 രൂപ തോതിലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. സാർ, ഒരു ഫോൺ കോൾ ഉണ്ട്, സംസാരിച്ചോളൂ. ആരാ വിളിക്കുന്നത്? ഹലോ. പറയൂ. അരുൺ വണ്ടമ്മേട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. അരുൺ വണ്ടമ്മേട്, ഇടുക്കി ജില്ല. പറഞ്ഞോളൂ സാറേ. ഞാനൊരു റെയിൻ ഷെൽട്ടർ മഴമറ പണിതിട്ടുണ്ട് വെജിറ്റബിൾസ് കൃഷിയായി. ഓക്കെ. അപ്പം അതിലെനിക്കറിയേണ്ട ഈ ഡ്രിപ്പ് ഇറിഗേഷൻ ആണോ മിസ്റ്റ് ഇറിഗേഷൻ ആണോ നല്ലത്, ഓവർഹെഡ് ഇറിഗേഷനോ? ഇല്ല, മഴമറയിൽ ഒരു കാരണവശാലും നമുക്ക് ഓവർഹെഡ് ഇറിഗേഷന്റെ ആവശ്യം വരുന്നില്ല. ഈ മിസ്റ്റ് അല്ലെങ്കിൽ ഫോഗിംഗ് എന്ന് പറഞ്ഞത് ഇറിഗേഷൻ അല്ലെങ്കിൽ ജലസേചനത്തിന് മാത്രമായിട്ടല്ല, പ്രധാനമായിട്ടും സംരക്ഷിത കൃഷി രീതിയിൽ ഈ മിസ്റ്റ് ഫോഗൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഹ്യൂമിഡിറ്റി കൺട്രോൾ, ആർദ്രത നിയന്ത്രിക്കുന്നതിന് വേണ്ടി കൂടിയാണ്. അവിടെ ആർദ്രതയുടെ ഒരു കൺട്രോൾ വരുന്ന സമയം അതിനും കൂടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മഴമറ പോലുള്ള വശങ്ങൾ തുറന്ന ഒരു ചട്ടക്കൂടിനകത്ത് ഈ ഓവർഹെഡായിട്ട് കൊടുക്കേണ്ട സംവിധാനങ്ങളുടെ ആവശ്യകതയില്ല. അവിടെ മിസ്റ്റിങ്ങോ ഫോഗിങ്ങിൻ്റെയോ കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ നമുക്ക് താഴെ ഡ്രിപ്പ് ഇറിഗേഷൻ മാത്രം കൊടുത്താൽ മതി. അതുപോലെ തന്നെ പോളി ഹൗസുകളിൽ പോലും
ഈ മിസ്റ്റിങ്ങും ഫോഗിങ്ങും മുകളിൽ നിന്ന് കൊടുക്കുമ്പോൾ സമാന്തരമായിട്ട് താഴെ കൂടെ ഡ്രിപ്പ് കൊടുക്കുന്നുണ്ട്. ഡ്രിപ്പിൽ തന്നെ ഏതാ ഏറ്റവും ഉത്തമം എന്നറിയാന്? ഡ്രിപ്പിനകത്ത് ഏതാ ഏറ്റവും, ഡ്രിപ്പിൽ തന്നെ പലതരം മെത്തേഡുകളുണ്ടല്ലോ, അപ്പൊ ഏതാ ഏറ്റവും ഉത്തമം എന്നറിയാന്? പലതരം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് സാധാരണയായിട്ട് 2 തരം എമിറ്ററുകളാണ് ഉള്ളത്. ഒന്ന് ഓൺലൈൻ എമിറ്ററുകൾ എന്ന് പറയും. ശാഖാ പൈപ്പ് തുളച്ച് അതിന് മുകളിൽ എമിറ്ററുകൾ വെച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ഓൺലൈൻ. രണ്ടാമത്തെ സംവിധാനം ഇൻലൈൻ എമിറ്റർ എന്ന് പറയും. ശാഖാ പൈപ്പിനകത്ത് തന്നെയാണ് വെള്ളം പുറത്തേക്ക് വരുന്ന എമിറ്ററുകൾ ഇരിക്കുന്നത്. അത് കമ്പനിയിൽ നിന്ന് തന്നെ അതുപോലെ നിർമ്മിച്ച് വരുന്നതാണ്. ഓൺലൈൻ ആണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് പ്ലെയിൻ ലാറ്ററൽ, അത് നമ്മൾ ഓൺലൈൻ ലാറ്ററൽ വേറെ വാങ്ങി, എമിറ്ററുകൾ വേറെ വാങ്ങി, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പഞ്ച്, പഞ്ച് എന്ന് പറഞ്ഞൊരു പഞ്ച് കൊണ്ട് പ്രസ് ചെയ്ത് ഒരു ദ്വാരമുണ്ടാക്കി എമിറ്ററുകൾ അതിലേക്ക് അമർത്തി വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഫിക്സ് ചെയ്യുന്നത്, അതിന് ഉറപ്പിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ചെയ്യുന്നത് ഓൺലൈൻ എമിറ്ററുകളാണ്. മറ്റേ കമ്പനിയിൽ നിന്ന് വരുന്നത് ഇൻലൈൻ എമിറ്ററുകളാണ്. രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ഗുണവും ദോഷവുമുണ്ട്. കൃത്യമായിട്ടുള്ള ഇടയകലം എല്ലായ്പ്പോഴും പാലിക്കുന്ന ഘട്ടത്തിൽ മാത്രമേ ഇൻലൈൻ എമിറ്ററുകൾ നമുക്ക് അനുയോജ്യമാവുകയുള്ളൂ. ഉദാഹരണത്തിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു അകലമുള്ള ഒരു ഇൻലൈൻ എമിറ്റർ നമ്മൾ വാങ്ങി, ഈ തവണ ആ ചെടിയുടെ ഇടയകലം ആ ഇടയകലത്തിന് തുല്യമാണ്. അടുത്ത തവണ ഇടയകലം അല്പം മാറുന്നുണ്ടെങ്കിൽ ഈ എമിറ്ററുകൾ വെള്ളം വീഴുന്നത് ഈ ചെടിയുടെ തടത്തിലായിരിക്കില്ല. അപ്പോൾ ഇൻലൈൻ എമിറ്ററുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തുടർച്ചയായിട്ട് അങ്ങോട്ട് ഉപയോഗിക്കുന്ന എല്ലാ ചെടികളുടെയും ഇടയകലം ഒരേപോലെ ആയിരിക്കണം. നേരെ മറിച്ച് അത് ഓൺലൈൻ എമിറ്ററുകളാണെങ്കിൽ നമുക്ക് ആ എമിറ്ററുകൾ പറിച്ചെടുത്ത് ഡമ്മി എന്ന് പറഞ്ഞ ഒരു സാധനം, ഈ സ്വിച്ചൊക്കെ ഡമ്മി സ്വിച്ചൊക്കെ കിട്ടുന്നത് പോലെ ഡമ്മി എമിറ്ററുകൾ ലഭ്യമാണ്. ഏകദേശം 50 പൈസ മാക്സിമം കൊടുത്തു കഴിഞ്ഞാൽ ഡമ്മി എമിറ്ററുകൾ കിട്ടും. ഈ ഡമ്മി എമിറ്ററുകൾ വെച്ച് ആ ദ്വാരം അടച്ച് നമുക്ക് ആവശ്യമുള്ള അകലത്തിൽ ക്രമീകരിക്കാവുന്നതാണ്. അടുത്ത തവണ വീണ്ടും തിരിച്ച് ക്രമീകരിക്കണമെങ്കിൽ ഈ ഡമ്മിയും എമിറ്ററും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഈ ഡമ്മി പ്രയോഗം സാധ്യമാവുന്നത് ഓൺലൈൻ സിസ്റ്റത്തിൽ മാത്രമാണ്. ഇൻലൈൻ സിസ്റ്റത്തിൽ ഡമ്മി പ്രയോഗം സാധ്യമല്ല. അരുൺ, മനസ്സിലായല്ലോ? ചോദ്യം ചോദിച്ചതിന് നന്ദി സാർ. നമ്മൾ തുടങ്ങിയത് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ പറഞ്ഞു, മൈക്രോ സ്പ്രിംഗ്ലേഴ്സ് പറഞ്ഞു. ഇതല്ലാതെ ഈ ഡ്രിപ്പ് സിസ്റ്റം അതിന്റെ ഗുണവും ദോഷവും എന്തൊക്കെയാണ് നമുക്ക് സാധാരണ? ഡ്രിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത്രയും അധികം ഒരു സ്വീകാര്യത കൈവന്നിട്ടുള്ള മറ്റൊരു സൂക്ഷ്മ ജലസേചന രീതി ലോകത്തില്ല. ഇതിൻ്റെ ഉത്ഭവം ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്താണ്. 1940 അവിടെ സിങ്കാബ്ലാസ് എന്ന് പറഞ്ഞ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ് ഈ സിസ്റ്റം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത്. അദ്ദേഹത്തെ നമ്മൾ ഫാദർ ഓഫ് ഡ്രിപ്പ് ഇറിഗേഷൻ, കണിക ജലസേനത്തിൻ്റെ പിതാവ് എന്നാണ് പറയപ്പെടുന്നത്, അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഡ്രിപ്പ് ജലസേനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് വെച്ചാൽ ജലസേചന കാര്യക്ഷമത 95% വരെ സാധ്യമാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ 10 ലിറ്റർ ജലം ഉപരിതല ജലസേചന രീതിയിൽ ഒരു ചെടിയുടെ തടത്തിലേക്ക് ലഭ്യമാക്കിയാൽ പരമാവധി ആ ചെടിക്ക് ലഭ്യമാവുന്നത് 3.5 ലിറ്റർ ജലമാണ്. 6 ലിറ്റർ ജലം പമ്പ് ചെയ്യാൻ ഉപയോഗിച്ച ഊർജ്ജവും പാഴായി പോകുന്നു. ഇതേ 10 ലിറ്റർ ജലം അതേ ചെടിയുടെ തടത്തിലേക്ക് സ്പ്രിംഗ്ലർ വഴി ലഭ്യമാക്കിയാൽ പരമാവധി അതിന് ലഭ്യമാവുന്നത് 6 ലിറ്റർ ജലമാണ്. 4 ലിറ്റർ ജലവും തത്തുല്യമായ ഊർജ്ജവും പാഴായി പോകുന്നു. ഇതേസമയം ഡ്രിപ്പ് വഴിയാണ് ഈ 10 ലിറ്റർ ജലം ലഭ്യമാക്കുന്നതെങ്കിൽ 9.5 ലിറ്റർ ജലവും ആ ചെടിക്ക് വിനിയോഗിക്കാൻ കഴിയുന്നു. പരമാവധി 1/2 ലിറ്റർ ജലം മാത്രമാണ് പാഴായി പോകുന്നത്. ഇവിടെ ബാഷ്പീകരണം മൂലമുള്ള ഈർപ്പനഷ്ടം, ഇവാപ്പറേഷൻ, അതുപോലെ തന്നെ ഉപരിതല പ്രവാഹം, സർഫസ് റൺ ഓഫ് എന്ന് പറയും, അതുപോലെ താഴോട്ട് കിനിഞ്ഞിറങ്ങിയിട്ടുള്ള പെർക്കുലേഷൻ, ഈ 3 രീതിയിലുള്ള ജലനഷ്ടവും ഇല്ല എന്നതുകൊണ്ട് തന്നെ ഈ കണിക ജലസേനത്തിന്റെ ജലസേന കാര്യക്ഷമത മറ്റേതൊരു സൂക്ഷ്മ ജലസേന രീതിയേക്കാളും കൂടുതലാണ്. ഇതല്ലാതെ സർ മിസ്റ്ററുകളും ഫോഗറുകളും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണയായിട്ട് അത് സംരക്ഷിത കൃഷി രീതിയിലാണ്. അതുപോലെ തന്നെ നമുക്ക് ഓർക്കിഡ്, ആന്തൂറിയം, വാനില പോലുള്ള സാധാരണയായിട്ടുള്ള വെജിറ്റബിൾ ഓപ്പൺ ഫീൽഡിൽ തുറന്ന കൃഷിയിടത്തിലുള്ള പച്ചക്കറി കൃഷികൾക്ക് സാധാരണയായിട്ട് നമുക്ക് ഒന്നുകിൽ മൈക്രോ സ്പ്രിംഗ്ലറുകൾ അല്ലെങ്കിൽ കണിക ജലസേനം ഡ്രിപ്പറുകൾ അതാണ് അനുവർത്തിക്കുന്നത്. അവിടെയും മൈക്രോ സ്പ്രിംഗ്ലറുകൾക്ക് കാര്യക്ഷമത ഇത്രയും കിട്ടുന്നില്ല. ഈ 95% കാര്യക്ഷമത മൈക്രോ സ്പ്രിംഗ്ലറുകളിൽ നമുക്ക് ലഭ്യമല്ല. അതുപോലെ തന്നെ മൈക്രോ സ്പ്രിംഗ്ലറുകൾ വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി കൂടിയ മർദ്ദം ആവശ്യമാണ്. അപ്പോൾ ഈ പമ്പിൻ്റെ നിർഗമന ശേഷിയോടൊപ്പം തന്നെ മർദ്ദവും ഒരു പ്രധാന ഘടകമാണ് നമ്മളൊരു പമ്പ് തിരഞ്ഞെടുക്കുമ്പോൾ. അപ്പോൾ ഈ സംവിധാനം പ്രവർത്തിക്കാൻ ആവശ്യമായ മർദ്ദം ഉറപ്പുവരുത്തുന്ന ഒരു പമ്പ് നമുക്ക് എപ്പോഴും നമ്മുടെ കൈവശം വേണ്ടതുണ്ട്. അപ്പോൾ ഡ്രിപ്പറുകൾ പ്രവർത്തിക്കാൻ ആവശ്യമായ മർദ്ദം കൊണ്ട് മൈക്രോ സ്പ്രിംഗ്ലറുകൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സിസ്റ്റം, ഈ സൂക്ഷ്മ ജലസേനത്തിനുള്ള ഒരു സംവിധാനം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ പമ്പ് സെറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സിസ്റ്റത്തിനകത്ത് ഈ ഡ്രിപ്പറുകൾ, അതുപോലെ തന്നെ വളസേചന രീതികൾ, അത് വെഞ്ചുറി ആവാം, അല്ലെങ്കിൽ വളം കൊടുക്കാനുള്ള ഫെർട്ടിലൈസർ പമ്പാവാം, അല്ലെങ്കിൽ ഫെർട്ടിലൈസർ ടാങ്ക് ആവാം, അതുപോലെ തന്നെ അരിപ്പകൾ ഉണ്ടാവാം,
പ്രൈമറി ഫിൽറ്ററുകൾ, ഒന്നാം ഘട്ടം, സെക്കൻഡറി ഫിൽറ്റർ, രണ്ടാം ഘട്ട ഫിൽറ്ററുകൾ തുടങ്ങിയ ഈ ഘടകങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ഊർജം ഉറപ്പ് നൽകുന്ന ഒരു പമ്പ് സെറ്റ് വേണം തിരഞ്ഞെടുക്കാനായിക്കൊണ്ട്. അപ്പോൾ ഈ ഡ്രിപ്പ് സിസ്റ്റത്തിന് കൂടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പമ്പ് സെറ്റ് വേണം. പമ്പ് സെറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ഒരു ഊർജ സ്രോതസ് എന്നാണ് പറയുന്നത്. അത് പമ്പ് സെറ്റ് ആവാം, അതല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ഇതിനെ ഡ്രിപ്പിനെ കുറിച്ചുള്ള പുസ്തകങ്ങളിലും ചർച്ചകളിലൊക്കെ കാണുന്നത് ടാങ്ക് അല്ലെങ്കിൽ പമ്പ് എന്നാണ്. അപ്പോൾ ഒരു ടാങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഡ്രിപ്പ് ഇറിഗേഷൻ സാധ്യമാണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഡ്രിപ്പ് എമിറ്റർ, ഈ വെള്ളം പുറത്തേക്ക് തുള്ളി തുള്ളിയായി വീഴുന്നതിനെയാണ് എമിറ്റർ എന്ന് പറയുന്നത്. ഒരു ഡ്രിപ്പ് എമിറ്റർ ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ചുരുങ്ങിയത് 1 kg/cm², അതായത് ഒരു ചതുരശ്ര സെന്റിമീറ്ററിൽ 1 കിലോഗ്രാം മർദ്ദം അപ്ലൈ ചെയ്യുന്ന ആ ഒരു 1 kg/cm² മർദ്ദം ഈ എമിറ്ററുകൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ ആവശ്യമാണ്. തത്തുല്യമായത് 10 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന ഒരു ടാങ്കിൽ നിന്ന് വരുന്ന മർദ്ദം, അതാണ് 1 കിലോഗ്രാം. അപ്പോൾ ഇത്രയും മർദ്ദം ലഭ്യമാവണമെങ്കിൽ 10 മീറ്റർ എന്ന് പറയുമ്പോൾ ചുരുങ്ങിയത് ഒരു 3 നില ബിൽഡിങ്ങിന് മുകളിൽ ഒരു ടാങ്ക് സ്ഥിതി ചെയ്തെങ്കിൽ മാത്രമാണ് ഇത് ഡ്രിപ്പറുകൾക്ക് മാത്രം ആവശ്യമായ മർദ്ദമാണ്. ഈ വളം പ്രയോഗിക്കാനുള്ള വെഞ്ചുറി പോലുള്ള സംവിധാനമാണെങ്കിൽ 1 കിലോഗ്രാം മുതൽ 2 കിലോഗ്രാം വരെ, അതായത് 10 മുതൽ 20 വരെ മീറ്റർ മർദ്ദം അവിടെ വീണ്ടും ആവശ്യമായി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫിൽറ്ററുകൾ, അതിപ്പോൾ നമുക്ക് ഈ ഖരമാലിന്യങ്ങളുള്ള ഒരു ജലമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്നാം ഘട്ട ഫിൽറ്ററുകൾ അരിച്ചെടുക്കാൻ പ്രൈമറി ഫിൽറ്ററുകൾ ഉപയോഗിക്കണം. പ്രൈമറി ഫിൽറ്റർ തന്നെ ഈ പായൽ പോലെ പൊങ്ങിക്കിടക്കുന്ന മാലിന്യങ്ങൾ, നമ്മളൊരു ആറ്റിൽ നിന്നോ കുളത്തിൽ നിന്നോ തോട്ടിൽ നിന്നോ ഒക്കെയാണ് ജലം പമ്പ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ തീർച്ചയായിട്ടും ഈ പായൽ പോലുള്ള പൊങ്ങിക്കിടക്കുന്ന മാലിന്യങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവാം. ഇവയെ അരിച്ചു മാറ്റുന്നതിന് വേണ്ടിയാണ് ഒരു മണലരിപ്പ, സാൻഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞ ഒരു സംവിധാനം നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ മണലരിപ്പ പോലുള്ള സംവിധാനത്തിന് ഏകദേശം 2 കിലോഗ്രാം വരെ മർദ്ദം, അതായത് 20 മീറ്റർ വരെ മർദ്ദം ആവശ്യമാണ്. അപ്പോൾ ഏറ്റവും ചെറിയ ഒരു സംവിധാനം, മണലരിപ്പ ഇല്ലാത്തൊരു സിസ്റ്റം ആണെങ്കിൽ നമുക്ക് ഒരു രണ്ടാം ഘട്ട ഫിൽറ്റർ, സ്ക്രീൻ ഫിൽറ്റർ അല്ലെങ്കിൽ ഒരു ഡിസ്ക് ഫിൽറ്റർ എങ്കിലും ആവശ്യമായിട്ട് വരും. അപ്പോൾ ഏറ്റവും ചെറിയ ഒരു സംവിധാനത്തിൽ ശരാശരി ഒരു 3 kg/cm² ആണ് ഇത് പ്രവർത്തിക്കാൻ ആവശ്യമായ മർദ്ദം. അപ്പോൾ ഈ മർദ്ദം 3 kg/cm² മർദ്ദം എന്ന് പറയുന്നത് ഏകദേശം ഒരു 30 മീറ്റർ ഉയരത്തിൽ നിന്ന് വരുന്ന ടാങ്കിന്റെ, അതായത് ഒരു 10 നില ബിൽഡിങ്ങിന് മുകളിൽ ഒരു ടാങ്ക് ഇരുന്നാൽ ലഭ്യമാവുന്ന മർദ്ദം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പ്രായോഗികമായിട്ടും ഇത് ശരിയല്ല. സാർ, ഒരു ഫോൺ കോൾ ഉണ്ട്. എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ കുന്നംകുളത്ത് വിളിക്കുന്നു. പറയൂ. പേര് മണി എന്നാണ്. ഓക്കെ സാറേ, എനിക്ക് ഈ തെങ്ങിന്റെ ഡ്രിപ്പ് ഇറിഗേഷനെ കുറിച്ച് ഒന്ന് അറിയണമെന്നുണ്ട് വിശദമായിട്ട്, അതൊന്ന് പറഞ്ഞു തരാമോ? തെങ്ങിന്റെ ഡ്രിപ്പ് ഇറിഗേഷൻ. ഡ്രിപ്പ് ഇറിഗേഷൻ. ഒരു തെങ്ങിന് സൂക്ഷ്മ ജലസേന രീതിയിൽ പറയുന്നത് പരമാവധി 32 ലിറ്റർ ജലമാണ് ഒരു ദിവസം ആവശ്യമായി വരുന്നത്. അപ്പോൾ തെങ്ങിന്റെ ഇടയകലം വരിയകലവും ഒക്കെ ശാസ്ത്രീയമായിട്ട് പറയുന്നത് 8 മീറ്റർ ബൈ 8 മീറ്റർ, 8 മീറ്റർ ഇടയകലവും 8 മീറ്റർ വരിയകലവുമാണ് തെങ്ങിന് പറയുന്ന ഒരു അകലം. അപ്പോൾ 8 മീറ്റർ അകലത്തിൽ നട്ടിരിക്കുന്ന ഈ തെങ്ങിന്, ഓരോ തെങ്ങിനും 32 ലിറ്റർ ജലമാണ് സൂക്ഷ്മ ജലസേന രീതിയിൽ നമ്മൾ ലഭ്യമാക്കേണ്ടത്. അപ്പോൾ ഇത് ലഭ്യമാവണമെങ്കിൽ മണിക്കൂറിൽ 8 ലിറ്റർ നിർഗമന ശേഷിയുള്ള 4 എമിറ്ററുകൾ ആ തെങ്ങിന്റെ 4 വശങ്ങളിലുമായിട്ട് ഓരോ തെങ്ങിനും വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം 1 മണിക്കൂർ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ 32 ലിറ്റർ ജലം ഈ തെങ്ങിന് ലഭ്യമാകും. അങ്ങനെയാണ് തെങ്ങിന് സൂക്ഷ്മ ജലസേനം നമ്മൾ ലഭ്യമാക്കുന്നത്. ഇതിന് പറ്റിയ നമുക്ക് സർവീസ് കിട്ടും? എങ്ങനെയാണ് ഇതിന്റെ ഈ ഡിപ്രീഷൻ ചെയ്യാൻ കൃഷിഭവന്റെ വല്ല സഹായം കിട്ടും? കൃഷിഭവൻ തീർച്ചയായിട്ടും ഇത് സർക്കാരിന്റെ ഈ സൂക്ഷ്മ ജലസേന പദ്ധതികളുമായിട്ടുള്ള എല്ലാവിധ സാമ്പത്തിക സഹായത്തിന്റെയും സബ്സിഡികളുമൊക്കെ പൂർണ്ണമായ വിവരങ്ങൾ കൃഷിഭവനുകളിലും അതുപോലെ തന്നെ ADA ഓഫീസുകളിലും ഒക്കെ ലഭ്യമാണ്. കൃഷിഭവനിൽ ലഭ്യമല്ലെങ്കിൽ നിങ്ങൾ തൊട്ടുമുകളിലുള്ള AD അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചറിന്റെ ഓഫീസ്, ബ്ലോക്ക് ഓഫീസ്, പഞ്ചായത്തിലാണ് കൃഷിഭവനുകൾ ഉള്ളത്, അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫീസിലുള്ള ADA ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാവിധ മാർഗ്ഗനിർദ്ദേശങ്ങളും സമയാസമയങ്ങളിൽ സർക്കാരിൽ നിന്ന് വരുന്ന സബ്സിഡി നിയമങ്ങളും ഒക്കെ അവിടെ ലഭ്യമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ നിങ്ങളെ സഹായിക്കും. ചോദിച്ചതിന് നന്ദി സാർ. നമ്മൾ പറഞ്ഞ ഡ്രിപ്പിന്റെ വിവിധ മർദ്ദം, അപ്പൊ ഈ മർദ്ദം എന്ന് പറഞ്ഞത് അപ്പൊ ഈ 10 നില ബിൽഡിങ്ങിന് മുകളിൽ നിന്നുകൊണ്ട് വെള്ളം ലഭ്യമാക്കിക്കൊണ്ട് മർദ്ദം, ആവശ്യമായ മർദ്ദം ലഭ്യമാക്കിക്കൊണ്ട് ചെയ്യുക എന്നത് സാങ്കേതികമല്ല. അപ്പൊ ഇത് പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കും, സാറേ അങ്ങനെയല്ലല്ലോ സാറേ, ഞാൻ എൻ്റെ വീട്ടിലെ ടാങ്കിൽ നിന്ന് അടുക്കളത്തോട്ടത്തില് ഡ്രിപ്പ് ചെയ്യുന്നുണ്ടല്ലോ, ഡ്രിപ്പ് അതിലേക്ക് വെള്ളം വരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും വെള്ളം വരും. വെള്ളം നിങ്ങൾ 30 മീറ്റർ അല്ല 3 മീറ്റർ ഉയരത്തുനിന്ന് താഴേക്ക് തുറന്നു വിട്ടാലും ഇറ്റി തന്നെ വീഴും. ഒരു ചെറിയ ദ്വാരത്തിലൂടെ ആണെങ്കിൽ അത് ഇറ്റി തന്നെ വരും. പക്ഷേ
അതിനെ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ആശുപത്രിയിൽ സാധാരണയായിട്ട് രോഗികൾക്ക് കൊടുക്കുന്നതാണ് ഡ്രിപ്പ്, കേട്ടിട്ടുണ്ടാകുമല്ലോ. ഇതിനെ ഡ്രിപ്പ് എന്ന് പറയുന്നത് ഈ 450 ml ഉള്ള മില്ലി വരുന്ന ഈ ഒരു ഗ്ലൂക്കോസ് ബോട്ടിൽ ഇതൊരു നിശ്ചിത സമയത്തിനകത്ത് ഈ രോഗിയുടെ ഞരമ്പിലോട്ടാണ് കയറ്റിവിടുന്നത്. അപ്പോൾ അതിനാണ് ഈ ഡ്രിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു റെഗുലേറ്റഡ് ഫ്ലോ, അതായത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നിശ്ചിത അനുപാതത്തിൽ നിശ്ചിത തോതിൽ വെള്ളം പോകുമ്പോഴാണ് അതിനെ നമുക്ക് ഡ്രിപ്പ് എന്ന് റെഗുലേറ്റഡ് ഫ്ലോ. അപ്പോൾ അല്ലാത്ത രീതിയിൽ നിശ്ചിത മർദ്ദമില്ലെങ്കിൽ മണിക്കൂറിൽ 2 ലിറ്റർ നിർഗമന ശേഷിയുള്ള ഒരു എമിറ്റർ ഇടുകയും അത് പ്രവർത്തിക്കാൻ ആവശ്യമായ മർദ്ദം ലഭ്യമാവാതിരിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് കുറഞ്ഞ തോതിലാണ് വരിക. വെള്ളം തുള്ളിയായിട്ട് തന്നെ വരും, പക്ഷെ അതിന് നമുക്ക് 2 ലിറ്റർ വരണമെന്നില്ല എന്നല്ല വരില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനെ ഡ്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല. അതിനെ വേണമെങ്കിൽ നമുക്ക് ഡ്രോപ്പ് ഇറിഗേഷൻ എന്ന് പറയാം. ഡ്രോപ്പായിട്ട് വെള്ളം വരും, ഡ്രോപ്പ് ഇറിഗേഷൻ. അപ്പോൾ ശരിയായ രീതിയിലുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ വിഭാവനം ചെയ്യുമ്പോൾ പമ്പ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. സാർ ഒരു ഫോൺ കോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. എവിടുന്നാണ് വിളിക്കുന്നത്? സാറേ ഞാൻ എലിവോൺ കൃഷിഭവനിൽ എന്താണ് കർമ്മശാലാണെന്ന്. പേര് പറഞ്ഞോളൂ. ചക്രവർത്തി. പറയൂ സാറേ, നമ്മൾ 1 സെന്റ് 2 സെന്റിനകത്ത് ഈ ജല സമ്മേളനം ചെയ്ത് എങ്ങനെ പച്ചക്കറി ചെയ്യാൻ പറ്റും? ഒന്നുകൂടെ. ഒരു 2 സെന്റ് ഒക്കെ കൃഷി ചെയ്യുമ്പോൾ, പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് എങ്ങനെ ഇത് ഉൾപ്പെടുത്താമെന്ന്. 2 സെന്റിനൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇതിന് ഒരു ഏരിയ ഇത്രമാത്രം വിസ്തീർണത്തിലേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്ന ഒരു നിയമമില്ല. പക്ഷേ ഈ സബ്സിഡി ആനുകൂല്യങ്ങൾ ലഭിക്കാനായിക്കൊണ്ട് ഒരു മിനിമം വിസ്തീർണം വേണോ എന്നുള്ളത് നിങ്ങൾ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടണം. അല്ല സാറേ, കൃഷിഭവനായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടോ. പക്ഷെ ഈ സ്ഥല സമ്മേളനം അത് എങ്ങനെ ജലം നമ്മള് അതായത് സേമിപ്പ് പണ്ടത് എങ്ങനെയാ അതിന്റെ സംവിധാനം? എന്താണ് പറഞ്ഞത്? മനസ്സിലായില്ലോ, ഒന്നും കൂടെ തെളിച്ച് പറയൂ. സാറേ, സാർക്ക് തമിഴ് അറിയുമോ? ഞാൻ തമിഴ്നാട് സ്വദേശിയാണ്. തമിഴ് പറവല്ല ഒരളവുക്ക് പേശിടാം. அதாவது தண்ணி நம்ம எந்த அளவுக்கு சேமிப்பு பண்ணி இந்த பைப் லைன்ல எப்படி தண்ணி கொடுத்து நம்ம ഈ പച്ചക്കൃഷി எப்படி ഉണ്ടാക്കണം അതിന്റെ ഡീറ്റെയിൽ എങ്ങനെ സാറേ? എനിക്ക് ഒരു 3 സെന്റ് இருக்குது, അതിനകത്ത് എങ്ങനെ ചെയ്യാൻ പറ്റുമോ? അത് ആരായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നു? ഇത് പച്ചക്കറി ആണെങ്കിൽ മാക്സിമം ഒരു ചെടിക്ക് വന്ന് 2 ലിറ്റർ താൻ തണ്ണി കൊടുക്ക വേണ്ടത് പരമാവധി മാക്സിമം. അപ്പൊ 2 ലിറ്റർ ഒരു ചെടിക്ക് 2 ലിറ്റർ എന്ന തോതിൽ കൊടുക്കുമ്പം 3 സെന്റില് ഏത് പച്ചക്കറിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് അറിയണം. അതിന്റെ ഇടയകലവും വരിയകലവും സ്പേസിങ് எவ்வளோ இடவிட்டு தான் இது பண்ணது க்ராப் அங்கே ஃபீல்டில் போட்டிருக்கிறது தெரியணும். அப்புறம் எவ்வளோ செடி இருக்குன்னு எவ்வளோ நம்பர் இருக்குன்னு தெரியணும். ஓகே சார். அப்புறம் அது ஒரு செடிக்கு 2 லிட்டர் அதான் கணக்கில் അതിന് എவ்வளோ ടോട്ടൽ വേണമെന്ന് தெரிஞ்சு അവളും തണ്ണി പോടണം ഒരു ടൈം. ചോദ്യം ചോദിച്ചതിന് നന്ദി. തമിഴിൽ ചോദിച്ച് നമ്മളെ കഷ്ടപ്പെടുത്തുന്നു സാർ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് സംശയം വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 സെന്റ് ചെറുകിട കർഷകരാണെങ്കിലും നമുക്കത് അല്ല, ഇത് ഞാൻ പറഞ്ഞു വന്നത് ഇതിന്റെ ഇപ്പം ഇദ്ദേഹം ചോദിച്ചത് തന്നെ ഞാൻ പറയാണ്. ഇതിനകത്ത് 2 കാര്യങ്ങളാണ് ഈ സിസ്റ്റത്തിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഒരു സമയത്ത് സൂക്ഷ്മ ജലസേന അല്ലെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ സാധാരണയായിട്ട് പരമാവധി 1 മണിക്കൂർ ആണ് ഒരു ദിവസം നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു തെങ്ങിന് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു തെങ്ങിന് ഒരു ദിവസം 32 ലിറ്റർ വെള്ളമാണ്. അപ്പോൾ 100 തെങ്ങുണ്ടെങ്കിൽ ഏകദേശം 3200 ലിറ്റർ വെള്ളം. 3200 ലിറ്റർ വെള്ളം ഒരു ദിവസത്തേക്ക് വേണ്ടത് 1 മണിക്കൂറിലാണ് നമ്മൾ കണക്കാക്കുന്നത്. എപ്പോഴും ഈ സൂക്ഷ്മ ജലസേന ഡ്രിപ്പ് ഇറിഗേഷനൊക്കെ നമ്മൾ പരമാവധി ഡെയിലി വാട്ടർ റിക്വയർമെന്റ് ഒരു ദിവസത്തേക്ക് വേണ്ട ജല ആവശ്യകത 1 മണിക്കൂറിന്റെ ജല ആവശ്യകതയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ 3200 ലിറ്റർ ഒരു ദിവസം വേണം എന്ന് കണക്കാക്കുന്നത് 3200 ലിറ്റർ 1 മണിക്കൂറിൽ വേണം എന്ന രീതിയിലേക്കാണ് കണക്കാക്കുന്നത്. അപ്പോൾ 1 മണിക്കൂറിൽ 3200 ലിറ്റർ എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡിൽ എത്ര എന്നുള്ള രീതിയിലേക്ക് അതിനെ 3600 കൊണ്ട് ഹരിച്ച് അതിന്റെ നിർഗമന ശേഷി ഡിസ്ചാർജ് ലിറ്റർ പെർ സെക്കൻഡിലേക്ക് കണക്കാക്കുക. അത്രയും നിർഗമന ശേഷിയുള്ള ഒരു സിസ്റ്റം നമുക്ക് വേണം. അപ്പോൾ അത് ലഭ്യമാക്കാനായിട്ടുള്ള ഉറപ്പുവരുത്തുന്ന ഒരു പമ്പ്, അതുപോലെ തന്നെ ഇത് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള മർദ്ദം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെല്ലാം ഘടകങ്ങളുണ്ടോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന മാലിന്യങ്ങളുള്ള ഒരു ജലമാണ് പായൽ പോലുള്ള, അപ്പം തീർച്ചയായിട്ടും ഒരു സാൻഡ് ഫിൽറ്റർ വേണം അപ്പൊ അരിച്ചെടുക്കാനായിട്ട്. അപ്പൊ സാൻഡ് ഫിൽറ്ററിന് വേണ്ടി വരുന്ന മർദ്ദം, സാൻഡ് ഫിൽറ്ററിന്റെ കപ്പാസിറ്റി എത്ര ലിറ്റർ വേണമെന്നനുസരിച്ച് സാൻഡ് ഫിൽറ്ററിന്റെ കപ്പാസിറ്റി ഞാൻ പറഞ്ഞതുപോലെ 10 സെന്റ് ആണോ 20 സെന്റ് ആണോ, അപ്പൊ എത്രമാത്രം വെള്ളം ഒരു ദിവസം ഒറ്റ ടൈം ഒരു സമയത്ത് പമ്പ് ചെയ്യുമ്പോൾ കൈകാര്യം ചെയ്യണം. അത്രയും വ്യാപ്തം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു സാൻഡ് ഫിൽറ്റർ മണലരിപ്പ തിരഞ്ഞെടുക്കണം. അങ്ങനെ ഒരു മണലരിപ്പ തിരഞ്ഞെടുക്കുമ്പോൾ ആ മണലരിപ്പ പ്രവർത്തിക്കുന്നതിന് എത്രമാത്രം മർദ്ദനഷ്ടം ആവശ്യമുണ്ട്,
പ്രഷർ ലോസ് അത് കണക്കാക്കണം. അതുപോലെ തന്നെ രണ്ടാം ഘട്ട ഫിൽറ്റർ, സെക്കൻഡറി ഫിൽറ്റർ, അത് സ്ക്രീൻ ഫിൽറ്ററും ഉണ്ട്, ഡിസ്ക് ഫിൽറ്ററും ഉണ്ട്. ഇത് രണ്ടും സെക്കൻഡറി ഫിൽറ്ററാണ്. രണ്ടാം ഘട്ട ഫിൽറ്റർ എന്ന് പറഞ്ഞത് പ്രധാനമായിട്ടും സൂക്ഷ്മ മാലിന്യങ്ങളെ നീക്കം ചെയ്യാനാണ്. നമ്മളെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ വളരെ തെളിഞ്ഞു കാണുന്ന ഒരു വെള്ളത്തിൽ പോലും സൂക്ഷ്മ മാലിന്യങ്ങൾ ഉണ്ടാവാം, വളരെ ചെറിയ സൂക്ഷ്മ മാലിന്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഈ വളം കടത്തി വിടുമ്പോൾ ഫെർട്ടിലൈസർ ഇൻഡ്യൂസ്ഡ് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയും. വളം വഴി കടന്നു വരുന്ന മാലിന്യങ്ങൾ, ഫെർട്ടിലൈസർ ഇൻഡ്യൂസ്ഡ് ഇമ്പ്യൂരിറ്റീസ്, ഇതും ഇതിനകത്തേക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ ഒരു സംവിധാനം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പമ്പിംഗ് ലൈനിൽ ആദ്യമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഒന്നാം ഘട്ട ഫിൽറ്റർ. അത് ഖരമാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ രണ്ട് തരം ഖരമാലിന്യങ്ങൾ, ഒന്ന് മണൽത്തരി പോലുള്ള മാലിന്യങ്ങൾ ഉണ്ടാവാം, ഒന്ന് പൊങ്ങിക്കിടക്കുന്ന മാലിന്യങ്ങൾ ഉണ്ടാവാം. മണൽത്തരി പോലുള്ള മാലിന്യങ്ങളാണെങ്കിൽ അത് നീക്കം ചെയ്യുന്നതിന് സാൻഡ് സെപ്പറേറ്റർ, മണൽ നീക്കം ചെയ്യാനായിക്കൊണ്ട് ഒരു കോണാകൃതിയിലുള്ള ഒരു ഹൈഡ്രോസൈക്ലോൺ ഫിൽറ്ററാണ് നമ്മൾ വെക്കുന്നത്. അത് ആദ്യം കൊടുക്കണം. അത് കഴിഞ്ഞ് പായൽ പോലുള്ള മാലിന്യമുണ്ടെങ്കിൽ ഒരു മണലരിപ്പ. അപ്പോൾ ചില വെള്ളത്തിൽ രണ്ടും കാണും, മണൽത്തരികളും കാണും, പായലും കാണും. അപ്പോൾ തീർച്ചയായിട്ടും 2 പ്രാഥമിക ഫിൽറ്ററുകൾ വേണം. അങ്ങനെ 2 പ്രാഥമിക ഫിൽറ്റർ വെക്കുന്നുണ്ടെങ്കിൽ ആദ്യം വെക്കേണ്ടത് ഹൈഡ്രോസൈക്ലോൺ എന്ന് പറഞ്ഞ ഈ അരിപ്പയാണ്. ഒരു കോണാകൃതിയിലുള്ളത്, വെള്ളം സമാന്തരമായി വന്ന് 90 ഡിഗ്രി തിരിഞ്ഞ് കുത്തനെ മുകളിലോട്ട് പോകുമ്പോൾ വെള്ളം ഒന്ന് കറങ്ങുകയും അതിൻ്റെ അടിഭാഗത്തേക്ക് ആ കോണാകൃതിയിലൂടെ വന്ന് താഴെ വന്ന് അടിയുകയും ചെയ്യും ഈ മണൽത്തരികൾ. അത് നമുക്ക് തുറന്ന് അതിനെ നീക്കിയെടുക്കാം. അത് കഴിഞ്ഞ് ഈ പായൽ പോലുള്ള മാലിന്യങ്ങൾ അത് നീക്കം ചെയ്യാനായിക്കൊണ്ട് ഒരു സാൻഡ് ഫിൽറ്റർ, ഒരു മണലരിപ്പ, ഈ 2 സംവിധാനം. അപ്പോൾ ചില വെള്ളത്തിൽ ഇത് രണ്ടും കാണും, അപ്പോൾ 2 പ്രാഥമിക ഫിൽറ്റർ. ചിലപ്പോൾ മണൽ മാത്രമായിരിക്കും, അപ്പോൾ ഹൈഡ്രോസൈക്ലോൺ ഫിൽറ്റർ. ചിലപ്പോൾ പായൽ മാത്രമായിരിക്കും, അപ്പോൾ മണലരിപ്പ. അങ്ങനെ പ്രാഥമിക ഫിൽറ്റർ ഉണ്ടെങ്കിൽ അത് കൊടുത്തതിന് ശേഷം വളം കടത്തിവിടാനുള്ള സംവിധാനം. അവിടെ നമുക്ക് 2-3 മാർഗ്ഗങ്ങളുണ്ട് വളം കടത്തിവിടാനായിക്കൊണ്ട്. വെഞ്ചുറി എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്, ഫെർട്ടിലൈസർ ഇഞ്ചക്ഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഫെർട്ടിലൈസർ പമ്പുകളുണ്ട്, അതുപോലെ തന്നെ ഫെർട്ടിലൈസർ ടാങ്ക് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു സംവിധാനം, അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അങ്ങനെ ഇത് കൊടുത്തതിന് ശേഷമാണ് രണ്ടാം ഘട്ട ഫിൽറ്റർ കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും രണ്ടാം ഘട്ട ഫിൽറ്ററിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ വളം കൊടുക്കുന്ന സമയത്ത് എന്ത് തന്നെ ആയാലും വളം വഴി ചെറിയ തോതിലുള്ള മാലിന്യമെങ്കിലും ഇതിലേക്ക് കടന്നു വരാം, അതിനെ നീക്കം ചെയ്യുക. അതോടൊപ്പം തന്നെ വളം കൊടുക്കാത്ത സമയത്ത് വെള്ളത്തിൽ നിലവിലുള്ള സൂക്ഷ്മ മാലിന്യങ്ങളെ അരിച്ചു മാറ്റുക. അപ്പം ഒന്നാം ഘട്ട ഫിൽറ്ററുകൾ, വളം കൊടുക്കാനുള്ള സംവിധാനം, രണ്ടാം ഘട്ട ഫിൽറ്ററുകൾ, ഈ രീതിയിലാണ് സിസ്റ്റം നമ്മൾ ക്രമീകരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ മർദ്ദനഷ്ടം ഉണ്ടാവും, ഓരോ ഘടകങ്ങളിലും മർദ്ദനഷ്ടം ഉണ്ടാവും. അപ്പോൾ നിശ്ചിത മർദ്ദം, ഇതെല്ലാം പ്രവർത്തിക്കാൻ ആവശ്യമായ മർദ്ദം ഉറപ്പു തരുന്ന, അതുപോലെ തന്നെ 1 മണിക്കൂറിൽ നമ്മുടെ ആവശ്യമുള്ള വിസ്തീർണം ഒറ്റ അടിക്ക് നനച്ചെടുക്കാൻ, ഒറ്റ പമ്പിങ്ങിൽ 1 മണിക്കൂർ കൊണ്ട് നനച്ചെടുക്കാൻ സാധ്യമായ അത്രയും നിർഗമന ശേഷിയും മർദ്ദം തരാൻ കഴിവുമുള്ള ഒരു പമ്പ് സെറ്റ് വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയാണ് വേണ്ടത്? അല്ല, പ്രധാനമായിട്ടും ഇതിന്റെ പമ്പ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രധാന പൈപ്പുകളുണ്ട്, ഉപപ്രധാന പൈപ്പുകളുണ്ട്, ശാഖാ പൈപ്പുകളുണ്ട്. അങ്ങനെ ഇതിന്റെ ഘടകങ്ങൾ പലതുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് പ്രധാന പൈപ്പുകളായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഒരു 40 മില്ലിമീറ്റർ മുതൽ 110 മില്ലിമീറ്റർ വരെ വ്യാസം വരുന്ന വെളുത്ത ദൃഢമേറിയ PVC പൈപ്പുകളാണ് പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ അടുത്ത കാലത്തായിക്കൊണ്ട് കറുത്ത HDP, ഹൈ ഡെൻസിറ്റി പോളിയെത്രീൻ, കറുത്ത പൈപ്പുകൾ അതും ഉപയോഗിക്കുന്നുണ്ട്. 2 പൈപ്പിനും ഒരേ ഉപയോഗം തന്നെയാണ്. പക്ഷേ ഈ ഹൈ ഡെൻസിറ്റി പോളിയെത്രീൻ പൈപ്പുകൾക്ക്, കറുത്ത പൈപ്പുകൾക്ക് വിലയും ഗുണനിലവാരവും അതിൻ്റെ ഒരു കാലാവധി കുറേ കൂടെ അധിക കാലം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നതാണ്. ഈ പ്രധാന പൈപ്പിലൂടെ വെള്ളം പോയി കഴിഞ്ഞ് നമുക്ക് ഉപപ്രധാന പൈപ്പായിക്കൊണ്ട്, ഫീൽഡിൻ്റെ വലിയൊരു ഫീൽഡാണെങ്കിൽ അതിൻ്റെ ചെറിയ ചെറിയ പ്ലോട്ടുകളിലേക്ക് വെള്ളം തിരിക്കാനായിക്കൊണ്ട് ഉപപ്രധാന പൈപ്പുകളുണ്ട്. അപ്പോൾ 25 മില്ലിമീറ്റർ മുതൽ ഏകദേശം പരമാവധി 50 മില്ലിമീറ്റർ വരെ വ്യാസമുള്ള പൈപ്പുകൾ. ഇതേ പൈപ്പ് സ്ഥാപിക്കുമ്പോൾ അതിന്റെ അകലം എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? അല്ല, അതിനകത്ത് ഈ ഉപപ്രധാന പൈപ്പുകൾ, പൈപ്പ് സാധാരണയായിട്ട് പ്രധാന പൈപ്പ് നമുക്ക് നമ്മുടെ സാധാരണയായിട്ടുള്ള ഈ കാർഷിക പ്രവൃത്തികൾക്ക് തടസ്സം വരാത്ത രീതിയിലാണ് ഈ പ്രധാന പൈപ്പുകൾ നമ്മൾ ഇടുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ ഫീൽഡാണെങ്കിൽ ഒറ്റ മെയിൻ മാത്രമാണ്. ഉപപ്രധാന പൈപ്പുകളില്ലെങ്കിൽ അത് ഫീൽഡിന്റെ നടുഭാഗത്ത് കൂടി കൊണ്ടുപോയിട്ട് 2 വശങ്ങളിലേക്കും ശാഖാ പൈപ്പുകൾ കൊടുക്കുന്ന ഒരു രീതിയാണ്. അതുപോലെ തന്നെ പല പല സെഗ്മെന്റ്, ചെറിയ ചെറിയ ഉപ പ്ലോട്ടുകളായിക്കൊണ്ടുള്ള ഒരു ഫീൽഡാണെങ്കിൽ ആ പ്രധാന ലൈനിന്റെ വശത്തു കൂടി കൊണ്ടുപോയിട്ട് ഓരോ സെഗ്മെന്റ്, ഓരോ സെക്ഷൻ തിരിച്ചുകൊണ്ട് ഉപപ്രധാന പൈപ്പുകളായിക്കൊണ്ട് നമുക്ക് തിരിക്കാം. ഉപപ്രധാന പൈപ്പുകൾ പൈപ്പ് ലേഔട്ട് ചെയ്യുമ്പോഴേ ഈ മെക്കനൈസേഷൻ ഇല്ല, അത് ഈ പ്രധാന പൈപ്പുകളും ഉപപ്രധാന പൈപ്പുകളും ഒരു 30 സെന്റിമീറ്റർ താഴെ ആയിട്ട് വേണം, മണ്ണിനടിയിലേക്കാണ് പോകുന്നത്, ഒരടി താഴെ. അപ്പം നമ്മുടെ എല്ലാവിധ കാർഷിക പ്രവൃത്തികളും ഒരടിക്ക് മുകളിലാണല്ലോ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പിന്നീട് അത്രയും സ്ഥലത്ത് ഡീപ് പ്ലവിംഗ് പോലുള്ള ചിസൽ
ഫ്ലോ പോലുള്ള സംഗതികൾ നോക്കുമ്പോൾ ആ പൈപ്പ് ലൈൻ ഒഴിവാക്കിക്കൊണ്ട് ചെയ്യണം. എപ്പോഴെങ്കിലും ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ സാധാരണയായിട്ട് കൾട്ടിവേറ്റർ പോലുള്ളതെല്ലാം അതിൽ താഴെയാണല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരിക്കലും ആ പൈപ്പ് പൊട്ടുന്നത്. പിന്നെ നമുക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ, ഇപ്പം ഈ കൃഷിയിടങ്ങളിലൊക്കെ തന്നെ നമ്മുടെ അല്ലാത്ത പൈപ്പും പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പൈപ്പ് സാധാരണയായിട്ട് ഒരു സേഫ് ആയിട്ടുള്ള നമുക്ക് വലിയ പ്രശ്നം വരാത്ത ഒരു ആഴത്തിലായിരിക്കും എപ്പോഴും നമ്മൾ ക്രമീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ശാഖാ പൈപ്പുകളൊക്കെ തന്നെ ഫ്ലെക്സിബിൾ പൈപ്പാണ്. ഈ ഓരോ ഡിസൈനും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ ക്രോപ്പ് അനുസരിച്ച് ഓരോ വിള അനുസരിച്ചാണോ നമ്മളത് ഡ്രിപ്പിന്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിനെ പറയാം, ഇതിന് റെഡിമെയ്ഡ് ഡിസൈൻ ഇല്ല, ടൈലർ മെയ്ഡ് ഡിസൈൻ എന്നാണ്. അപ്പോൾ നമുക്കറിയാലോ, ഒരു റെഡിമെയ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കടയിൽ ചെന്നിട്ട് റെഡിമെയ്ഡായിട്ട് ഒരു ഡ്രസ്സാണെങ്കിൽ റെഡിമെയ്ഡായിട്ട് നമുക്ക് വാങ്ങാം. ടൈലർ മെയ്ഡ് ആണെങ്കിൽ ഓരോ വ്യക്തിയുടെയും ശരീരപ്രകൃതിക്കനുസരിച്ച് അത്രയും അളവിലുള്ള തുണി വാങ്ങി അയാളുടെ കൃത്യമായ അളവിൽ ഒരു ടൈലർ കട്ട് ചെയ്തെടുക്കുന്ന ഒരു ടൈലർ മെയ്ഡ്. ഇതേ സംവിധാനമാണ് ഈ ഡ്രിപ്പിൻ്റെ ഡിസൈനുമുള്ളത്. നമ്മുടെ രണ്ട് കൃഷിയിടത്തിന് ഒരേപോലെ അനുയോജ്യമായ ഒരു ഡിസൈൻ കാണില്ല ഒരിക്കലും. നമ്മൾ ഒരാളെ പോലെ 6 പേര് 7 പേരൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു ഭൂമി പോലെ ഒരേ കൃഷിയിടത്തിന്റെ അതേ ഷേപ്പിലും അതേ സംവിധാനത്തിലുമുള്ള അതേ സ്വഭാവ സവിശേഷതകളുള്ള മറ്റൊരു പ്ലോട്ട് ഒരിക്കലും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഒരു ഡിസൈൻ ഒരിക്കലും മറ്റൊരു സ്ഥലത്തേക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ഓരോ പ്ലോട്ടിനും പ്രധാനമായിട്ടും നമുക്ക് കൃഷിയിടത്തിന്റെ നീളം, അതിന്റെ വീതി, ചെരിവ്, മണ്ണിന്റെ ഘടന, ആ മണ്ണിന്റെ ജലസംഭരണ ശേഷി, അതുപോലെ തന്നെ ജലസ്രോതസ്സിന്റെ സ്ഥാനം, എവിടെയാണോ ഈ കിണർ അല്ലെങ്കിൽ കുളം, ഈ ജലസ്രോതസ്സിൽ നിന്ന് ആ കൃഷിയിടത്തിന്റെ ഏറ്റവും വിദൂരതയിലേക്കുള്ള ദൂരം, ഈ മെയിൻ ലൈൻ എത്രമാത്രം നീളത്തിൽ പോകണമെന്നറിയുന്നതുകൊണ്ട്, അതുപോലെ തന്നെ ഈ ചെടിയുടെ ഇടയകലം, അതിന്റെ വരി അകലം. നമ്മളിതിന് ഏത് ചെടി തീരുമാനിച്ചതിന് ശേഷമാണ് ഡിസൈൻ. ഒരിക്കലും തെങ്ങിന്റെ ഡിസൈൻ കൊണ്ട് നമുക്ക് പച്ചക്കറി നനക്കാൻ പറ്റില്ല. കാര്യം തെങ്ങിന്റെ ഇടയകലം എന്ന് പറയുന്നത് ഇപ്പം 8 മീറ്റർ ബൈ 8 മീറ്റർ ആണ്. അപ്പോൾ ഏറ്റവും ചെലവ് കുറച്ച് വരുന്നത് പക്ഷേ 1 ഏക്കർ എടുക്കുമ്പോൾ തെങ്ങിനായിരിക്കും ഏറ്റവും കുറച്ച്. കാര്യം ഈ ഡ്രിപ്പിനകത്ത് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് ഈ ശാഖാ പൈപ്പുകളുടെയും എമിറ്ററുകളുടെയും കോസ്റ്റാണ്. സാർ, ഈ ഇപ്പൊ ഡ്രിപ്പ് സിസ്റ്റം നമ്മൾ ചെയ്യുവാണെങ്കിൽ 1 ഏക്കർ അല്ലെങ്കിൽ 1 ഹെക്ടറിന് എത്ര കോസ്റ്റ് ആവും? അത് തന്നെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത്, നമുക്ക് ഏത് തരം വിള എന്നതനുസരിച്ചിരിക്കും ആ ഒരു ചിലവ് കണക്കാക്കുന്നത്. ഇപ്പം ഏറ്റവും കുറഞ്ഞ ചെലവ് വരുന്നത് തെങ്ങിനായിരിക്കാം. കാര്യം ഈ ശാഖാ പൈപ്പുകളുടെ അളവ് ഏറ്റവും കുറച്ച് മതിയായിരിക്കും. വാഴ പോലെ 2 മീറ്റർ സ്പേസിംഗ് ആണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ വരും. പച്ചക്കറികൾക്ക് തീർച്ചയായിട്ടും നമുക്ക് 2 അടിയൊക്കെയുള്ള സാധാരണയായിട്ടുള്ള കുക്കുർബിറ്റേസിയ വെജിറ്റബിൾസ് ഒക്കെ വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ സാധാരണയായിട്ടുള്ള ഇടയകലം കുറഞ്ഞ പച്ചക്കറികളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ ചെലവ് വീണ്ടും കൂടി വരും. അപ്പോൾ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് പച്ചക്കറികൾക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം. സാർ, സാധാരണയുള്ള ഒരു കർഷകന് ഇതിനെക്കുറിച്ചുള്ള ഒരു പരിശീലനമോ അല്ലെങ്കിൽ ഒരു സാങ്കേതിക അറിവോ എവിടെ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട്? ഇതിന്റെ സാധ്യതകൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ PMKSY വന്നതിന് ശേഷം സംസ്ഥാനത്തെ എല്ലാ ബ്ലോക്ക് തലത്തിലും സൂക്ഷ്മ ജലസേചനവും വളസേചനവും എന്ന് പറഞ്ഞാൽ മൈക്രോ ഇറിഗേഷൻ വിത്ത് ഫെർട്ടിഗേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ നിരന്തരമായിട്ട് പരിശീലന പരിപാടികൾ നടക്കുന്നുണ്ട്. ഇനി ഇതൊന്നും ലഭ്യമല്ലാത്ത അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തവനൂരിൽ പ്രവർത്തിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പ്രിസിഷൻ ഫാമിംഗ് ഡെവലപ്മെന്റ് സെന്റർ, കൃത്യത കൃഷി വികസന കേന്ദ്രം, അവിടെ ആവശ്യമുള്ള സംരംഭകർക്കായിക്കൊണ്ട് 2 ദിവസത്തെ സൗജന്യ പരിശീലനം ഞങ്ങൾ സ്ഥിരമായിട്ട് കൊടുക്കും. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതിന് പ്രത്യേകമായിട്ടൊന്നും ചെയ്യേണ്ട. ഞങ്ങളുടെ അവിടുത്തെ ലാൻഡ് ഫോൺ ഓഫീസ് നമ്പറിലേക്ക് ഒന്ന് വിളിച്ച് താല്പര്യമുള്ള വിളിക്കുന്ന ആളുടെ പേരും ഫോൺ നമ്പർ മാത്രം കൊടുത്തുകൊണ്ട് ഒന്ന് പേര് രജിസ്റ്റർ ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ട്രെയിനിങ്ങിലേക്ക് അവരെ നമ്മുടെ ഓഫീസിൽ നിന്ന് തന്നെ തിരിച്ച് ട്രെയിനിങ്ങിൻ്റെ ഡേറ്റ് ആയി കഴിയുമ്പോൾ വിളിച്ച് അത് ഉറപ്പ് കൺഫേം ചെയ്യുന്നതാണ്. നിങ്ങളുടെ പങ്കെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് വിളിച്ച് ചോദിക്കുന്നതാണ്. പക്ഷേ ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ ഡ്രിപ്പിൻ്റെ സിസ്റ്റം ഡിസൈൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ ട്രെയിനിങ്ങും റെഡിമെയ്ഡ് ട്രെയിനിങ് അല്ല, ടൈലർ മെയ്ഡ് ട്രെയിനിങ് ആണ്. അപ്പോൾ 60, അതായത് ഞങ്ങളൊരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അതിലേക്ക് പരസ്യം ചെയ്യുകയല്ല, മറിച്ച് 60-70 പേരുടെ ആവശ്യകത നമ്മുടെ അടുത്തേക്ക് എത്തിക്കഴിയുമ്പോൾ തൊട്ടടുത്ത് ഈ ക്ലാസ് എടുക്കുന്നവർക്കും ട്രെയിനിങ് ഹാളും ഒക്കെ ലഭ്യമാകുന്ന ഒരു സമയം, അല്ലെങ്കിൽ ട്രെയിനിങ് ഹാളും നമുക്ക് അവിടെ തന്നെയുണ്ട്, ട്രെയിനിങ് ഹോസ്റ്റലിലെ താമസ സൗകര്യവുമെല്ലാം ലഭ്യമാകുന്ന മുറയ്ക്ക് തൊട്ടടുത്ത ഏറ്റവും അടുത്തൊരു ദിവസം ട്രെയിനിങ് ഫിക്സ് ചെയ്തുകൊണ്ട് തിരിച്ച് അവരെ വിളിച്ചറിയിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും 100% സൗജന്യമായിട്ടൊരു പരിശീലനമാണ് നമ്മൾ കൊടുക്കുന്നത്. സൗജന്യമായിട്ടുള്ള താമസവും ഭക്ഷണവും പരിശീലനവും എല്ലാം സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. പ്രേക്ഷകർക്ക് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഈ അതിഥിയുടെ വിലാസം ഞാൻ പറയാം. ആ വിലാസത്തിലേക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഡോക്ടർ അബ്ദുൾ ഹക്കീം VM, ഭൂജല വിഭവ സംരക്ഷണ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി, കേളപ്പജി കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ്, തവനൂർ PO, മലപ്പുറം ജില്ല. ഫോൺ നമ്പർ 9462629626. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9446279626.
കോളേജിൽ പരിശീലനത്തിന് വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ട നമ്പർ കൂടി പറയാം. 0494 2687 ലാൻഡ് ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0494 2687 സാർ, നമുക്ക് സമയമായി ഒരുപാട് ചർച്ച ചെയ്തു. അപ്പം ഇന്നത്തെ കൃഷിദർശൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ അതിഥിയായി എത്തുകയും പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് വളരെ വിശദമായി സൂക്ഷ്മ ജലസേചനത്തെ പറ്റിയുള്ള ഒരു ചർച്ച നയിക്കുകയും ചെയ്ത ഡോക്ടർ അബ്ദുൽ ഹക്കീം സാറിന് ദൂരദർശൻ്റെയും പ്രേക്ഷകരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. यूरिया का स्वदेशी उत्पादन 17 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है. FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ. सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ निम्नलिखित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा. अनाज का उत्पादन 10% तक बढ़ेगी 10 से 15% नाइट्रोजन क्षमता. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആദിവാസി ഊരുകളിൽ കാർഷിക പദ്ധതിയുമായി ഹോർട്ടികോർപ്പ്. പച്ചക്കറി കൃഷിയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് മത്സരം. വിശദമായ വാർത്തകളിലേക്ക്. സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ പച്ചക്കറി കൃഷി പദ്ധതി ഹോർട്ടികോർപ്പ് നടപ്പാക്കുന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകളിലാണ് പദ്ധതി നടപ്പാക്കുക. ഊരുകളിൽ വിഷരഹിത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക, ഇതുവഴി ആദിവാസി സമൂഹത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കേരളത്തിൽ അധികം കൃഷി ചെയ്യാത്ത സവോളയും ചെറിയ ഉള്ളിയുമാണ് ആദ്യപടിയായി അട്ടപ്പാടിയിൽ കൃഷി ചെയ്യുക. ഹോർട്ടികോർപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പുതിയ പദ്ധതിക്ക് വേണ്ട എല്ലാ സഹായവും കൃഷി വകുപ്പാണ് നൽകുന്നത്. അട്ടപ്പാടി മേഖലയിലെ 192 ആദിവാസി ഊരുകളിൽ പദ്ധതി നടപ്പാക്കുകയാണ് ലക്ഷ്യം. തെങ്ങിൽ മണ്ടരി ബാധ കണ്ടു തുടങ്ങുന്ന സമയമാണിത്. ഇതിന് കാർഷിക സർവകലാശാല നിർദ്ദേശിക്കുന്ന പ്രതിവിധി ഇപ്രകാരമാണ്. 1% വേപ്പിൻ സത്തടങ്ങിയ കീടനാശിനികൾ 4 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തയ്യാറാക്കി ഇളം കുലകളിൽ തളിക്കുക. വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതം സോപ്പുമായി ചേർത്ത് ലായനിയാക്കി തളിക്കാവുന്നതാണ്. 20 മില്ലി വേപ്പെണ്ണ, 20 ഗ്രാം വെളുത്തുള്ളിയുടെ നീര്, 5 ഗ്രാം സോപ്പ് 1 ലിറ്ററിൽ എന്നതാണ് ലായനിയുടെ തോത്. കൂടുതൽ വിവരങ്ങൾക്ക് കർഷകർക്ക് കേരള കാർഷിക സർവകലാശാലയുടെ കമ്മ്യൂണിക്കേഷൻ സെന്ററുമായി ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 0487 237 0773. ഡിസംബർ 1 മുതൽ 5 വരെ തിരുവനന്തപുരം കനകക്കുന്നിൽ നടക്കുന്ന മൂല്യവർദ്ധന അന്താരാഷ്ട്ര ശില്പശാലയോടനുബന്ധിച്ച് കുട്ടികൾക്ക് പെയിന്റിംഗ്, ക്വിസ്, പ്രസംഗം, ലഘുനാടകം എന്നിവയിൽ മത്സരം സംഘടിപ്പിക്കുന്നു. ആരോഗ്യത്തിനും ആദായത്തിനും സുരക്ഷിത പച്ചക്കറി ഉൽപാദനം എന്നതാണ് പ്രസംഗ വിഷയം. ആരോഗ്യ ജീവിതത്തിന് ജൈവ പച്ചക്കറികൾ എന്നതാണ് ലഘുനാടകത്തിന്റെ വിഷയം. മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികൾക്കും വിദ്യാലയങ്ങൾക്കും ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ 9400 86 0999 9447 864364 9446 971181. തീറ്റപ്പുൽ കൃഷിയുടെ പ്രാധാന്യം വിളിച്ചോതുന്നതിനും ഓരോ പുൽനാമ്പും പാൽത്തുള്ളികൾ എന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിനുമായി ഈ മാസം 26-ന് ഫോഡർ ദിനമായി ആചരിക്കുന്നു. പട്ടം ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 28 മുതൽ ഡിസംബർ 3 വരെ ക്ഷീര കർഷകർക്ക് പരിശീലനം നൽകുന്നു. ആദ്യം പേര് രജിസ്റ്റർ ചെയ്യുന്ന 80 പേരെയാണ് പരിശീലനത്തിൽ ഉൾപ്പെടുത്തുക. രജിസ്ട്രേഷൻ ഫീസ് 10 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471 244 0911.
പത്തനംതിട്ട ജില്ലയിലെ നിരണത്ത് പ്രവർത്തിക്കുന്ന സർക്കാർ താറാവ് വളർത്തൽ കേന്ദ്രത്തിൽ നിന്നും വിഗോവ ഇനം താറാവിൻ കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നു. പേര് രജിസ്റ്റർ ചെയ്യുന്നതിനനുസരിച്ച് മുൻഗണനാ ക്രമത്തിലാണ് താറാവിൻ കുഞ്ഞുങ്ങളെ പൊതുജനങ്ങൾക്ക് നൽകുക എന്ന് താറാവ് വളർത്തൽ കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0469 27 11898. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ നവംബർ 30 കൂൺ കൃഷിയിൽ പരിശീലനം നൽകുന്നു. 500 രൂപയാണ് പരിശീലന ഫീസ്. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 8086 639281. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ നവംബർ 28, 29, 30 തീയതികളിൽ നടത്താനിരുന്ന 3 ദിവസത്തെ പശുപരിപാലന പരിശീലനം 28-ാം തീയതി ഹർത്താൽ പ്രഖ്യാപിച്ചതിനാൽ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ മാറ്റിവച്ചിരിക്കുന്നതായി പ്രിൻസിപ്പൽ ട്രെയിനിംഗ് ഓഫീസർ അറിയിച്ചു. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 10,100 രൂപ, കോഴിക്കോട് 10,700, തൃശൂർ 10,100. കൊപ്ര കൊച്ചി 6,815, കോഴിക്കോട് 6,850, തൃശൂർ 6,840. കുരുമുളക് അൺഗാർബിൾഡ് 66,300, ഗാർബിൾഡ് 69,300. ചുക്ക് മീഡിയം 12,500, ബസ്റ്റ് 14,000. മഞ്ഞൾ സേലം 9,400, മഞ്ഞൾ ഈറോഡ് 9,600. കൊച്ചി റബ്ബർ RSS 5-ാം ഗ്രേഡ് 12,700, RSS 4-ാം ഗ്രേഡ് 13,000. കോട്ടയം റബ്ബർ RSS 5-ാം ഗ്രേഡ് 12,700, RSS 4-ാം ഗ്രേഡ് 13,000 രൂപ. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 10,100 രൂപ, കൊപ്ര 6,815, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,000, പിണ്ണാക്ക് റോട്ടറി 2,300. കുരുമുളക് അൺഗാർബിൾഡ് 66,300, ഗാർബിൾഡ് 69,300. ചുക്ക് മീഡിയം 12,500, ബസ്റ്റ് 14,000, മഞ്ഞൾ നാടൻ 11,500, അടയ്ക്ക പുതിയത് 17,000-നും 18,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 225-നും 245-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 425-നും 450-നും മധ്യേ. ജാതിപത്രി 500-നും 875-നും മധ്യേ. ഗ്രാമ്പു 795. റബ്ബർ RSS 5-ാം ഗ്രേഡ് 12,700, RSS 4-ാം ഗ്രേഡ് 13,000, ഒട്ടുപാൽ 8,800, ലാറ്റക്സ് 8,000 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് സംഭരിക്കാൻ അന്തർ സംസ്ഥാന വ്യാപാരികൾ ഉത്സാഹിച്ചത് ഈ വാരം ഉൽപ്പന്ന വില ഉയർത്തി. തുടർച്ചയായ വില തകർച്ചയ്ക്ക് ശേഷമുള്ള കുരുമുളകിന്റെ തിരിച്ചുവരവ് കർഷകർക്ക് ആശ്വാസമായി. തെക്കൻ കേരളത്തിൽ മൂപ്പ് കുറഞ്ഞ മുളകിന്റെ വിളവെടുപ്പ് പുരോഗമിക്കുന്നു. കൊച്ചിയിൽ അൺഗാർബിൾഡ് മുളക് 66,300 രൂപ. ക്രിസ്തുമസ് ആവശ്യങ്ങൾ മുൻനിർത്തി ആഭ്യന്തര വ്യാപാരികൾ ഏലക്ക സംഭരിക്കാൻ ഉത്സാഹിച്ചു. STCയിൽ നടന്ന ലേലത്തിൽ 31 ടണ്ണിന്റെ കൈമാറ്റം നടന്നു. മികച്ച ഇനങ്ങൾ കിലോ 1,433 രൂപ. റബ്ബർ അവധി വ്യാപാരത്തിലെ ഉണർവ് കണക്കിലെടുത്ത് ടയർ വ്യവസായികൾ കൊച്ചിയിൽ നിന്നും കോട്ടയത്ത് നിന്നും ഷീറ്റ് ശേഖരിച്ചു. ടയർ കമ്പനികൾ 4-ാം ഗ്രേഡ് 13,000 രൂപ വാഗ്ദാനം ചെയ്തു. നാളികേര ഉൽപ്പന്ന വിപണി ചൂടുപിടിച്ചു. കൊച്ചിയിൽ വെളിച്ചെണ്ണയ്ക്ക് 200 രൂപ വർദ്ധിച്ച് 10,100 രൂപയായി. സംസ്ഥാനത്ത് കൊപ്രയും നേട്ടത്തിലേക്ക് നീങ്ങി. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.8, 24.4. കൊച്ചി 34.3, 23. ആലപ്പുഴ 33.2, 24. പുനലൂർ 33.4, 20.7. തിരുവനന്തപുരം കൂടിയ താപനില 32.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.4 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം. പുതിയ ടെക്നിക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാനും എന്റെ പാടം ഒരുക്കാനും വിത്തിറക്കാനും ഉഴാനും മണ്ണളക്കാനും മറ്റും ചെറിയ മെഷീനുകൾ ആവശ്യാനുസരണം വാങ്ങി. ഞാൻ എന്റെ പാടത്തെ മെഷീൻ പ്രയോഗിച്ചപ്പോൾ ജോലി പെട്ടെന്നായി, എളുപ്പവുമായി. കൃഷിക്ക് മെഷീൻ ഉപയോഗിച്ചപ്പോ എനിക്ക് നല്ല വിളവ് കിട്ടി, കൂടുതൽ ലാഭവും. ചെറിയ മെഷീൻ ഞങ്ങളുടെ സ്വന്തമാണ്, പക്ഷെ വലിയ മെഷീൻ ഞങ്ങൾ സംഘം ചേർന്ന് വാങ്ങി. കർഷക സഹോദരരെ, നിങ്ങളും ഉന്നത മെഷീനും ഉപകരണങ്ങളും വാങ്ങുന്നതിന് ധനസഹായം പ്രയോജനപ്പെടുത്തൂ.
വരുമാനം ഉയർത്തൂ, സമൃദ്ധി കൈവരിക്കൂ. ശരിയായി. ഞാൻ ആലോചിച്ചു മോനെ, നിന്നെ ഞാൻ കൃഷി എഞ്ചിനീയർ തന്നെ ആക്കും. പുതിയ മെഷീനും പുതിയ ഉപകരണവും എത്തട്ടെ നിങ്ങളുടെ സമക്ഷം. അതിലൂടെ നേടൂ ഇനി സമൃദ്ധി, അളവറ്റ സന്തോഷം. നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളിയുടെ പിഴവ് കൊണ്ടോ ആകാം ഇത് സംഭവിക്കുക. പുകയില നിങ്ങൾക്ക് ദോഷം ചെയ്യും. നിങ്ങൾ വലിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും പുകഞ്ഞു തീരുന്നു. സ്മാർട്ട് ആവൂ, പുകയിലെ അകറ്റി നിർത്തൂ, റൺഔട്ട് ആകാതിരിക്കൂ.